assumption തന്നെയാണ് പോകുന്നത്. But in between, I'll be giving you hints of how to solve and formulas and all. കുറച്ചൊക്കെ ഞാൻ പറഞ്ഞുതരാം. But ഒരു pre assumption ഉണ്ട് ചെറുതായിട്ട് that you know some of the basic ആയിട്ടുള്ള ഒരു idea ഉണ്ട്. So we'll be rushing through the questions and we'll see how to deal different type of questions. അപ്പം ഒരേ ടൈപ്പ് നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഓൾഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. So there could be a few repetition as in the sense ഒരേ ക്വസ്റ്റ്യൻ ആണെന്നല്ല, ഒരേ പോലത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കാം. സോ ഇൻ ദാറ്റ് കേസസ് ഞാൻ ആ ക്വസ്റ്റ്യൻ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യില്ല, ഒരു പ്രാവശ്യം അത് പറഞ്ഞു തരുന്നുള്ളൂ, പിന്നെ അത് ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് ഓഫ് ഓൾ I want you to see the question. അത് ഒന്ന് വായിക്കുക, എന്നിട്ട് നമുക്കത് ഡീൽ ചെയ്യാം. Okay, so the first question is, a person X, any person, has 4 notes, 10, 20, 50 and 100 denomination. The number of different sums of money X can form from them is. Okay, so ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്ന അയാളുടെ കയ്യിൽ 4 നോട്ട്സ് ഉണ്ട്, അതുകൊണ്ട് എത്ര വിധത്തിലുള്ള സംസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. ഓക്കെ, സോ അതിന് it can be dealt with in different ways. ഞാൻ ഇവിടെ ഒരു ആൻസർ ഷീറ്റ് ഇവിടെ ഞാൻ സോൾവ് ചെയ്തത് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഐ ഹോപ്പ് യു ക്യാൻ സീ ദിസ്. അപ്പം കാണാൻ പറ്റുന്നില്ലേ? എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലേ? I need an answer because okay, good. സോ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് നിങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഹിയർ സെലക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. സെലക്ഷൻ, അതായത് നമ്മുടെ കയ്യിൽ കുറെ സാധനങ്ങളുണ്ട്, അതിനകത്തുനിന്ന് കുറച്ച് സെലക്ട് ചെയ്യുക. അങ്ങനെ സെലക്ട് ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നത് കോമ്പിനേഷൻ എന്ന് പറയുന്ന കാര്യമാണ്. അതിന്റെ ഫോർമുലയാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. NCR is equal to n factorial minus n minus r factorial. അത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ n സാധനങ്ങളുണ്ട്, അതിനകത്തുനിന്ന് 6 കാര്യങ്ങളെ 6 എണ്ണത്തിനെ എടുക്കുന്നതിനുള്ള സാധ്യത എത്ര ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ് ഈ ഫോർമുല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇൻ ആ ക്വസ്റ്റ്യൻ നമ്മുടെ കയ്യിൽ എത്ര നോട്ട് ഉണ്ട്? 4 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡിനോമിനേഷൻ നോട്ട്സ് ഉണ്ട്, അതായത് 10, 20, 50, 100. അതിനകത്ത് ഏതൊക്കെ വിധത്തിൽ നമുക്ക് അതിനെ എടുക്കാൻ പറ്റും. ഓക്കെ, സോ അതാണ് ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത്. 4C1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 നോട്ടിനകത്ത് ഒരെണ്ണം മാത്രം സെലക്ട് ചെയ്യുന്ന എത്ര വിധത്തിൽ സെലക്ട് ചെയ്യാം? അതായത് ഒന്നെങ്കിൽ 10 സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ 20 സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ 50 സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ 100 സെലക്ട് ചെയ്യാം. അപ്പം 4 വിധത്തിൽ അതിനെ സെലക്ട് ചെയ്യാൻ പറ്റും. രണ്ടാമത്തത് 4C2, അതായത് 4 നോട്ടിൽ 2 എണ്ണം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇറ്റ് കുഡ് ബി 1020 ആവാം, 1050 ആവാം, 1000 ആവാം, 2050 ആവാം. അങ്ങനെ 6 വിധത്തിൽ അതിനെ സെലക്ട് ചെയ്യാൻ പറ്റും, വിച്ച് ഇസ് ഗിവൺ ബൈ 4C2. ഓക്കെ, ഇനി 3 എണ്ണം സെലക്ട് ചെയ്യുന്നത് 4C3 ആൻഡ് 4 എണ്ണം ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നത് 4C4. ആൻഡ് അതിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഓൾ ഇൻ ഓൾ അതിനകത്ത് 15 വേസിൽ നമുക്ക് ഈ പറയുന്ന നോട്ട്സിനെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഐഡിയ. ആൻഡ് NCR, n ഫാക്ടോറിയൽ എന്താണെന്ന് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. n ഫാക്ടോറിയൽ സപ്പോസ് 2 ഫാക്ടോറിയൽ എന്ന് പറയുകയാണെങ്കിൽ 1 into 2 ആണ്. 3 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 1 into 2 into 3 ആണ്. ആൻഡ് 10 ഫാക്ടോറിയൽ വുഡ് ബി 1 into 2 into 3 into 4 into 5 6 7 8 9 10. അതുവരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ 10 ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹോപ്പ് ദ ഐഡിയ ഈസ് ക്ലിയർ ആൻഡ് ഐ വിൽ ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Okay, ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ റേസ് ദ വോയിസ് ആൻഡ് യു ക്യാൻ ടെൽ മീ. സോ അതർവൈസ് ഐ വിൽ കീപ് ഓൺ ഗോയിങ് വിത്ത് ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ദാറ്റ് വാസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബേസിക്കലി ഇതൊരു ഡിസ്റ്റൻസ് ടൈം ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് നോക്കുക, ഇഫ് ആൻ എയർപ്ലെയിൻ കവേഴ്സ് 300 kilometers in 12 minutes, the distance covered by the plane in 75 minutes. Okay, so the question nathu പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു ഫോർമുല റിക്വയർഡ് is distance is equal to speed into time, അല്ലെങ്കിൽ speed is equal to distance by time, അല്ലെങ്കിൽ time is equal to distance by speed. അൾട്ടിമേറ്റ്ലി ഈ ഒരൊറ്റ ഫോർമുല തന്നെയാണ് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്നു 300 kilometers 12 minutes ട്രാവൽ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റിൽ എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്യും നമുക്ക് കണ്ടുപിടിക്കരുതോ? വിച്ച് ഇസ് സിംപ്ലി 300 divided by 12, which is 25. Okay, and again what you have to do is now 75. In 75 minutes, how much it can travel? In 1 minute, it is 25. So in 75 minutes, it's simply 25 into 75, which is 1875. Okay, it's a very simple question. I'll go to the third one. The third one being, look, it's a ഒരു ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്ന് വളരെ ശ്രദ്ധിച്ചിരിക്കണം, ബിക്കോസ് ഇറ്റ്സ് ക്വൈറ്റ് ഇമ്പോർട്ടന്റ്. അത് നമുക്ക് കുറച്ച് ട്രിക്കി ആണെന്നുള്ളൂ, ബട്ട് ഇറ്റ്സ് ഈസി. ഓക്കെ, സോ ഹിയർ നോക്കുക, ക്വസ്റ്റ്യൻ ഇതാണ്. person A is 40% more efficient than B.
Okay, first statement given is A is 40% more efficient than B. And second is, if B takes 6 days more than A to complete the work alone, okay, then in how many days A alone can complete the same work? അതാണ് question. So if we see the solution, നോക്കുക ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് എന്താണ്? നമുക്കുള്ള രണ്ട് ഡേറ്റ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ ഡേറ്റ ഇസ് എ എന്ന് പറയുന്നത് 40% മോർ എഫിഷ്യന്റ് ദാൻ ബി എന്ന് തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു ഡേറ്റ തന്നേക്കുന്നത് ബി എക്കായാലും 6 ദിവസം കൂടുതൽ എടുക്കും എന്നുള്ളതാണ്, അല്ലെ? സോ എ കൂടുതൽ എഫിഷ്യന്റ് ആണ് ബി എക്കായാലും. അതിന്റെ അർത്ഥം എന്താണ്? എ ബി എക്കായാലും കുറച്ച് ദിവസം കുറവേ എടുക്കത്തുള്ളൂ കാര്യം ചെയ്യാനായിട്ട്. ബി സേ സപ്പോസ് 100 ദിവസം എടുക്കുകയാണെങ്കിൽ എ -6 94 ഡേയ്സ് എടുക്കത്തുള്ളൂ എന്നല്ല ഇതിന്റെ അർത്ഥം, അല്ലെ? പക്ഷെ നമുക്ക് ബിയോ എയോ എത്ര ദിവസം എടുക്കുന്നു എന്ന് നമുക്ക് തന്നിട്ടില്ല. നമ്മുടെ കയ്യിലുള്ള ഇൻഫർമേഷൻ ഇസ് എ ഇസ് 40% മോർ എഫിഷ്യന്റ് ആൻഡ് ബി ടേക്സ് 6 ഡേയ്സ് മോർ. അപ്പം ആ എ രണ്ടും തന്നേക്കുന്ന എന്താണ്? എക്സ്ട്രാ ആണ് തന്നേക്കുന്നത്, അല്ലെ? രണ്ടും തന്നേക്കുന്ന എക്സ്ട്രാ, അതായത് എ ബി എക്കായാലും 40% എക്സ്ട്രാ എഫിഷ്യന്റ് ആണ്. അപ്പൊ 40%. ഓക്കെ, നൗ ബി ടേക്സ് 6 ഡേയ്സ് മോർ. അത് 6 ഡേയ്സ് എന്ന് പറയുന്നതും എക്സ്ട്രാ ആണ്, അല്ലെ? സോ നമുക്ക് രണ്ടിനെയും തമ്മിൽ ഇക്വേറ്റ് ചെയ്യാൻ പറ്റുമോ? ചെയ്യാം. അതെങ്ങനെയാണ് ചെയ്യുന്നത്? അതാണ് പറഞ്ഞേക്കുന്നത്. 40% is 6 days. അതായത് എ എത്ര ദിവസം വർക്ക് ചെയ്യുന്നോ, ഒറ്റയ്ക്ക് ആ ജോലി എത്ര നാൾ കൊണ്ട് ചെയ്യുന്നോ, അതിന്റെ 40% എന്ന് പറയുന്നത് 6 days ആണ്. ഓക്കെ, സോ ദ 40% is 6 days. ദെൻ നമുക്ക് 100% എത്രയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? സിംപ്ലി 60 divided by 40 into 100. ഓക്കെ, സോ ദാറ്റ് മേക്സ് ഇറ്റ് 15 days. സോ ഇങ്ങനെ നമുക്ക് എപ്പോഴും ഒരു എക്സ്ട്രാ എന്നുള്ള ഒരു കാര്യം തരുമ്പോൾ, ഇത്രയും ഡേയ്സ് മോർ ആൻഡ് അങ്ങനെ തരുമ്പോൾ നമുക്ക് ഇതിനെ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ഇതേ സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ വരുന്നുണ്ട്. അത് വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് ആണ്. അത് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും. Okay, and this is with respect to number of days. Okay, so I'll go with the next question. Hope you are clear with this. Okay, so the next question being മിസ്സിംഗ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത് വളരെ കോമൺ ആണ്, ഇത് കമ്പാരിറ്റീവ്ലി ഈസിയർ ആണ്. പക്ഷെ ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇവിടെ കൊടുത്തേക്കുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് 8, 24, 12, 36, 18, 54. ദിസ് ഇസ് ക്വൈറ്റ് ഈസി, ബട്ട് സ്റ്റിൽ ഇതിനകത്ത് നോക്കുക. അപ്പൊ ആദ്യത്തെ രണ്ട് നമ്പർ നോക്കി, 8ഉം 24ഉം. 8ഉം 24ഉം തമ്മിലുള്ള ബന്ധം നമുക്ക് നോക്കുവാണെങ്കിൽ നമുക്കറിയാം 8 + 16 ആണ് 24, അല്ലെങ്കിൽ 8 × 3 ആണ് 24, അല്ലെ? സോ ആ റിലേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി രണ്ടാമത്തെ മൂന്നാമത്തെ നമ്പർ കമ്പയർ ചെയ്യുക, അതായത് 24ഉം 12ഉം തമ്മിലുള്ള ബന്ധം. 24ഉം 12ഉം തമ്മിലുള്ള ബന്ധം നോക്കുവാണെങ്കിൽ 24 - 12 ആണ് 12, അല്ലെങ്കിൽ 24 / 2 ആണ് 12, അല്ലെ? സോ നമുക്ക് ഈ ആദ്യത്തെ രണ്ടെണ്ണവും രണ്ടാമത്തെയും മൂന്നാമത്തെയും തമ്മിൽ കമ്പയർ ചെയ്തപ്പോൾ വി ഗോട്ട് സം കണക്ഷൻ, ബട്ട് ആ കണക്ഷൻ സെയിം അല്ല, അല്ലെ? ഒന്ന് മൾട്ടിപ്ലൈഡ് ബൈ 3 ആണ്, ഒന്ന് ഡിവൈഡ് ബൈ 2 ആണ്. സോ നമുക്ക് അത് വെച്ച് ഒന്നും കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. സോ വിൽ ഗോ ടു ദ നെക്സ്റ്റ് വൺ, ദാറ്റ് ഇസ് 3ഉം 4ഉം തമ്മിൽ കണക്ട് ചെയ്തു, അതായത് 12ഉം 36ഉം തമ്മിൽ കണക്ട് ചെയ്തു. സോ 12ഉം 36ഉം തമ്മിൽ കണക്ട് ചെയ്തപ്പോൾ അഗെയിൻ വി ഗോട്ട് 12 × 3 is 36. Okay, so now there is some connection, right? So 8 × 3 is 24, 24 divided by 12 is divided by 2 is 12. Now 12 × 3 is 36. So again 3 in multiply by 3 again came. Again 36 divided by 2 is 18. Then 18 × 3 is 54. So the next number would be 54 divided by 2, which should be 27. അത് എക്സാക്ട്ലി ആണ് ഞാൻ ഇവിടെ ചെയ്യാനായിട്ട് ശ്രമിച്ചേക്കുന്നത്. I'll just show it to you. See, 8 × 3 is 24, 24 divided by 2 is 12, 12 × 3, then 36 by 2. So അതിങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്നു. ഓക്കെ, ദിസ് ഇസ് കമ്പാരിറ്റീവ്ലി ഈസിയർ. ഇനി നമുക്ക് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാം, അല്ലെ? പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. അപ്പം നമ്മൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി, കണക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതല്ലാതെ വേറെ വിദ്യ കൊണ്ട് ചെയ്യാനായിട്ട് ഡെഫിനറ്റ്ലി, ബട്ട് ഡിഫറെന്റ് കണക്ഷൻസ് നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷെ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ആദ്യത്തെ രണ്ട് നമ്പേഴ്സിനെ കമ്പയർ ചെയ്യുക, പിന്നെ 2ഉം 3ഉം 3ഉം 4ഉം അങ്ങനെ കണക്ട് ചെയ്ത് പോവുക. അപ്പൊ കണക്ഷൻസ് എന്തൊക്കെയാ നോക്കേണ്ടത്? ഒന്നെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ അഡീഷൻ ആയിരിക്കാം, അല്ല എങ്കിൽ ചിലപ്പം മൾട്ടിപ്ലിക്കേഷനും അഡീഷനും കൂടെ ചേർന്ന് വരികയും ചെയ്യാം. സേ ഫോർ എക്സാമ്പിൾ 8 × 2 + 2, അല്ലെങ്കിൽ 8 × 3 + 3, അങ്ങനെയൊക്കെ നമുക്ക് കണക്ഷൻസ് വരാം. ഓക്കെ, സോ ആ രീതിയിലും കൂടെ നോക്കണം. And there are more questions coming up. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. Okay, well, so with that I'm going to the next question, and the question is, okay, ഇത്
ഇതും ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്, ബട്ട് ഹൗ ടു ഹാൻഡിൽ ഇറ്റ് അത് എന്നുള്ളതാണ് ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. റാദർ ദാൻ ഗെറ്റിംഗ് ടു ദ സൊല്യൂഷൻ, ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ഇവിടെ ക്വസ്റ്റ്യൻ, ഇഫ് ദ ആവറേജ് ഓഫ് 5 consecutive odd numbers is 21, then the least odd number is. ഓക്കെ, 5 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അടുത്തുള്ള 5 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്. അത് ഏതൊക്കെയാണെന്ന് നമുക്കറിയില്ല, പക്ഷേ അതിന്റെ ആവറേജ് എന്ന് പറയുന്നത് 21 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, സോ ഇതിനെ രണ്ട് രീതിയിൽ നമുക്ക് എടുക്കാം. ദാറ്റ് ദ സ്മോളസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് എക്സ് ആയിട്ട് എടുക്കാം. ഓക്കെ, സ്മോളസ്റ്റ് നമ്പർ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. എക്സ് ആയിട്ട് എടുത്താൽ സെക്കൻഡ് നമ്പർ എത്രയായിരിക്കും? സ്മോളസ്റ്റ് നമ്പർ എക്സ് ആണെങ്കിൽ അടുത്ത ഓഡ് നമ്പർ എത്രയായിരിക്കും? സപ്പോസ് ഞാൻ എടുക്കുന്ന ഓഡ് നമ്പർ 3 ആണെന്ന് വിചാരിച്ചു. നെക്സ്റ്റ് ഓഡ് നമ്പർ എത്രയാണ്? 3 + 2 5 അല്ലെ? സോ അതിന്റെ അടുത്ത് എത്രയാണ്? 3 + 4 7. നെക്സ്റ്റ് ഇസ് 3 + 6 which is 9. അങ്ങനെയല്ലേ പോകുന്നത്? സോ ഇഫ് ദ സ്മോളസ്റ്റ് ഓഡ് നമ്പർ ഇസ് എക്സ്, the next number is x + 2, the third number is x + 4, fourth number is x + 6, and the fifth number is x + 8. Okay, ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഇത് ഒരു വൺ വേ ഓഫ് റൈറ്റിംഗ് ഇറ്റ്. അപ്പം നമ്മൾ എന്നിട്ട് അതിന്റെ സം എടുക്കുക, എന്നിട്ട് അതിന്റെ ആവറേജ് എടുത്തിട്ട് ഇക്വേറ്റ് ടു 21 ആൻഡ് യു വിൽ ഗെറ്റ് ദ ആൻസർ. അത് ഒരു വിദ്യ. ഓക്കെ, അല്ല എങ്കിൽ വേറെ രീതി ചെയ്യാം. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കുക, ഇത് 5 നമ്പേഴ്സ് അല്ലേ ഉള്ളത് അല്ലെ? സോ ഇതിനൊരു മിഡിൽ നമ്പർ ഉണ്ടാവുമോ? ഉണ്ടാവാമല്ലോ അല്ലെ? 5 ഓഡ് നമ്പേഴ്സ് ആണ്, 5 നമ്പർ ഉള്ളത്. സോ അതിന്റെ മിഡിൽ നമ്പർ എത്രയാണ്? തേർഡ് നമ്പർ അല്ലെ? സോ ഞാൻ മിഡിൽ നമ്പറിനെ ഞാൻ എക്സ് എന്ന് എടുത്തു. ഇതാണ് ഇവിടെ വരച്ചേക്കുന്നത്. ഈ വരച്ചേക്കുന്നതിന് ഇപ്പുറത്തുള്ളതാണ് ആക്ച്വലി. ഞാൻ ഈ മിഡിൽ നമ്പറിനെ ഞാൻ എക്സ് എന്ന് എടുത്തു. ഓക്കെ, എന്നിട്ട് ഞാൻ അതിന്റെ തൊട്ട് മുന്നുള്ള നമ്പർ എത്രയായിരിക്കും? സപ്പോസ് ഇതെന്ന് പറയുന്നത് 11 ആണെന്ന് കരുതുക. അപ്പൊ അതിന് തൊട്ട് മുമ്പത്തെ നമ്പർ എത്രയായിരിക്കും? 11 - 2 9 അല്ലേ? സോ ഇവിടെ എക്സ് മിഡിൽ നമ്പർ എക്സ് ആണെങ്കിൽ അതിന് തൊട്ട് മുമ്പത്തെ നമ്പർ x - 2, അതിന് മുമ്പത്തെ നമ്പർ x - 4. ഓക്കെ, ഇനി അതിന്റെ റൈറ്റ് സൈഡിലോട്ട് പോവുകയാണെങ്കിൽ എക്സ്, പിന്നെ x + 2 x + 4. റൈറ്റ്? ഇങ്ങനെ എടുത്താനുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ രണ്ട് സൈഡും സിമെട്രിക്കാ അല്ലെ? നടുക്ക് എക്സ് ഉണ്ട്, ഇവിടെ x - 2 x - 4, ഇവിടെ x + 2 x + 4 അല്ലെ? സോ ഇതിനെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 5x എന്ന് കിട്ടും. ഓക്കെ, സോ ദ കാൽക്കുലേഷൻ ബിക്കംസ് മോർ ഈസിയർ എന്നുള്ളത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമുക്ക് ഈ രീതിയിൽ വേണമെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ ഇനീഷ്യലി ഞാൻ പറഞ്ഞതുപോലെ എക്സ്, x + 2 x + 4 x + 6 x + 8 എന്നുള്ള രീതിയിലും എടുക്കാം. ഓക്കെ, സോ ദ സം ഓഫ് ദ നമ്പേഴ്സ് ഇസ് 5x. സോ ദ ആവറേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5x / 5 അല്ലെ? അത് = 21. സോ ഗിവ്സ് x = 21. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ലോവസ്റ്റ് നമ്പർ അല്ലേ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? നമുക്ക് കിട്ടിയത് എക്സ് ആണ് കിട്ടിയത്. സോ വാട്ട് ഇസ് ദ ലോവസ്റ്റ് നമ്പർ? വി നോ ദ ലോവസ്റ്റ് നമ്പർ ഇസ് x - 4, which is 21 - 4, that is 17. Okay, ഇതാണ് ഐഡിയ. Hope you are clear with it. Okay, good. Well, the next question is basically handled with cylinders, cubes, അല്ലെങ്കിൽ കോണിക്കൽ ഫിഗേഴ്സ്. ഇതിന്റെ എല്ലാത്തിന്റെയും രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സിമ്പിൾ ആണ്. സോ ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിച്ചേക്കുന്ന ഇതാണ്: ഹൗ മെനി ക്യൂബ്സ് ഹാവിംഗ് സൈഡ്സ് ഓഫ് 7 cm can be made from a cylinder of height 196 cm and a radius 14 cm. ഓക്കെ, സോ ബേസിക്കലി ഇവിടെ ചോദിച്ചേക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു സിലിണ്ടർ ഉണ്ട്. ഒരു സിലിണ്ടർ നമ്മുടെ കയ്യിൽ ഒരു എന്താ പറയുക, എന്തെങ്കിലും ഒരു മെറ്റീരിയൽ കൊണ്ട് നമ്മൾ സിലിണ്ടർ ഉണ്ടാക്കി വെച്ചേക്കാം. ഓക്കെ, ഇനിയും ആ സിലിണ്ടറിന്റെ മെറ്റീരിയലിനെ നമ്മൾ എടുക്കുക, ആ സെയിം വോളിയം ഉള്ള സാധനത്തെ നമ്മൾ എടുത്തു. നമുക്ക് റീഅസംബിൾ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് വാക്സ്, നമ്മുടെ മെഴുക് കൊണ്ട് ഒരു സിലിണ്ടർ ഉണ്ടാക്കി വെച്ചേക്കും. ഓക്കെ, ഒരു സിലിണ്ടർ ഉണ്ട്, അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 196 cm ആണ്, റേഡിയസ് എന്ന് പറയുന്നത് 14 cm ആണ്. ഇനി നമ്മളോട് പറയുക അത്രയും മെഴുകേ നമ്മുടെ കയ്യിലുള്ളൂ. ഓക്കെ, അതുകൊണ്ട് അതേ സെയിം മെഴുക് കൊണ്ട് നമുക്ക് പക്ഷെ ക്യൂബ്സ് ഉണ്ടാക്കണം. ഓക്കെ, അതിനെ ഉരുക്കിയിട്ട് നമുക്ക് ക്യൂബ്സ് ഉണ്ടാക്കണം. ആ ക്യൂബ്സിന്റെ സൈഡ് എന്ന് പറയുന്നത് 7 cm ആണ്. എങ്കിൽ അങ്ങനെ എത്ര ക്യൂബ്സ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, സോ ഇവിടെ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇവിടെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്താണ് എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് നോക്കട്ടെ അല്ലെ? ഇപ്പം നമുക്കറിയാം ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്താണ്? വലിയ സിലിണ്ടറിന്റെ മെഴുക് എത്രത്തോളം ഉണ്ട് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു ദ വോള്യം ഓഫ് ദ സിലിണ്ടർ അല്ലെ? ആ മെഴുകിന്റെ ക്വാണ്ടിറ്റി എത്രയാണ്? ഇറ്റ്സ് ഈക്വൽ ടു ദ വോള്യം ഓഫ് ദ സിലിണ്ടർ. അതുകൊണ്ട് എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? ക്യൂബ്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ക്യൂബ്സ് എന്ന് പറയുന്നത് 7 cm ഉള്ളൂ. അപ്പം പ്രോബബ്ലി സിലിണ്ടറിനെക്കാളും വളരെ ചെറിയ ക്യൂബാ അല്ലെ?
ആ സിലിണ്ടറിന്റെ ചെറിയ ക്യൂബ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ വോളിയം എന്ന് പറയുന്നത് സിലിണ്ടറിനേക്കാളും വളരെ ചെറുതല്ലേ. അപ്പൊ ഒരു ക്യൂബ് ആണോ ഉണ്ടാക്കാൻ പറ്റുന്നത്? അല്ല, ഒരുപാട് ക്യൂബ്സ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ എത്ര ക്യൂബ്സ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതല്ലേ. സോ ബേസിക്കലി വി ഹാവ് ടു ഇക്വേറ്റ് ദ വോളിയൂംസ് ഓഫ് ദ ബോത്ത് ദ ക്യൂബ് ആൻഡ് ദ സിലിണ്ടർ അല്ലെ. ഇനിയും അവിടെയാണ് ഇമ്പോർട്ടന്റ്. ദ വോളിയം ഓഫ് ദ സിലിണ്ടർ ഇസ് ഗിവൺ ബൈ ദ ഫോർമുല പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച്. സിലിണ്ടറിന്റെ വോളിയം തരുന്നത് പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച് എന്ന് പറയുന്ന ഫോർമുലയാണ്. ഓക്കെ, അതാണ് സിലിണ്ടറിന്റെ വോളിയം. ഇനി ക്യൂബിന്റെ വോളിയമോ? ക്യൂബിന്റെ സൈഡ് എസ് ആണ് എങ്കിൽ, ക്യൂബിന്റെ സൈഡ് എസ് ആണെങ്കിൽ അതിന്റെ വോളിയം ഇസ് സിംപ്ലി എസ് ക്യൂബ്. ഓക്കെ, ക്യൂബിന്റെ വോളിയം അതിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് എസ് ആണ് എങ്കിൽ അതിന്റെ വോളിയം എന്ന് പറയുന്നത് എസ് ക്യൂബ് ആയിരിക്കും. ഓക്കെ, ഇനിയും ഇതിനകത്ത് ഒരു ക്യൂബ് അല്ലല്ലോ, ഇഷ്ടം പോലെ ക്യൂബ്സ് ഉണ്ടാക്കരുതോ. സോ ഞാൻ നമ്പർ ഓഫ് ക്യൂബ്സിനെ എണ്ണം ഇട്ടു. ഓക്കെ, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനിയും ഇതിനകത്തുള്ള എല്ലാ വാല്യൂസും നമ്മുടെ കയ്യിലുണ്ടോ? ഉണ്ട്. ക്വസ്റ്റ്യനകത്ത് പൈ എന്നുള്ളത് നമുക്കറിയാം, ഇറ്റ് ഇസ് സ്റ്റാൻഡേർഡ് 22/7. ആർ റേഡിയസ് ഓഫ് ദ സിലിണ്ടർ നമുക്ക് തന്നിട്ടുണ്ട്, 14 തന്നിട്ടുണ്ട്. എച്ച് ഹൈറ്റ് ഓഫ് സിലിണ്ടർ 196 തന്നിട്ടുണ്ട്. ആൻഡ് സൈഡ് ഓഫ് ദ ക്യൂബ് അത് 7 എന്ന് തന്നിട്ടുണ്ട്. സോ ഇതെല്ലാം തമ്മിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് അതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം, വിച്ച് യു ക്യാൻ കാൽക്കുലേറ്റ് ബൈ യുവർ സെൽഫ്. വെരി സിമ്പിൾ ആയിട്ടുള്ള അരിത്തമാറ്റിക് എന്ന് മാത്രമേ ഉള്ളൂ. അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഓൾ ഗുഡ്. സോ ഐ ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് അഗൈൻ സിമ്പിൾ. ഇത് വളരെ സിമ്പിൾ തന്നെയാണ്. ഇതിനകത്ത് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ബേസിക്കലി ഈ ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിരിക്കുന്നത് 16 raised to 0.25 multiplied by 0.5 the whole square. ഓക്കെ, സോ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് എന്താണ്? നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ വേണ്ടിയത്. ഒരു ഹോൾ നമ്പർ റേസ് ടു ദ പവർ ഓഫ് എ ഡെസിമൽ. അത് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഓക്കെ, സോ അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഈ ഡെസിമലിനെ, പവറിലുള്ള ഡെസിമലിനെ നമുക്ക് ഈ പറയുന്ന 0.25 നമുക്ക് എന്താക്കാം? നമുക്കതിനെ അതിന്റെ ഫ്രാക്ഷനിലേക്ക് കൊണ്ടുവരാം അല്ലെ. 0.25 എന്ന് പറഞ്ഞാൽ അതിന്റെ ഫ്രാക്ഷൻ എത്രയാണ്? 0.25 is simply 1/4 അല്ലെ, 1/4 ആണ്. സോ നമുക്കത് ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണ്? I'll just show you. 16 raised to 0.25 നമുക്ക് എഴുതാം 16 raised to 1/4 എന്ന് എഴുതാം അല്ലെ. ഇനിയും ഈ 16 എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം 16 is equal to 2 into 2 into 2 into 2 which is 2 raised to 4 അല്ലെ. നമുക്ക് 16 2 raised to 4 എന്ന് എഴുതരുതോ? ഓക്കെ, ഇപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വരാം, 16 നമ്മൾ 2 raised to 4 ആണ് എന്ന് എങ്ങനെ അറിയും എന്നൊരു ചോദ്യം വരാം അല്ലെ. സോ അവിടെയാണ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ, ഈ ഒരു ഇങ്ങനെയുള്ള സെറ്റ് എക്സാം ആയിക്കോട്ടെ, നെറ്റ് എക്സാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ എനി കൈൻഡ് ഓഫ് കോമ്പറ്റേറ്റീവ് എക്സാംസിനകത്ത് നമ്മൾ മാത്സ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട് എങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. വിച്ച് ഈസ്, നമുക്ക് സ്ക്വയർ ഓഫ് നമ്പേഴ്സ് എത്ര വരെയുള്ള നമ്പേഴ്സ്, അറ്റ്ലീസ്റ്റ് 1 തൊട്ട് ഒരു 20 or 30 വരെയുള്ള സ്ക്വയർ നമ്പറിന്റെ സ്ക്വയർ എത്ര എന്നുള്ളത് അറിഞ്ഞിരിക്കണം. 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ, അല്ലെങ്കിൽ 15 സ്ക്വയർ, 20 സ്ക്വയർ, 30 സ്ക്വയർ എല്ലാം അറിഞ്ഞിരിക്കണം. 30 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയർ അറ്റ്ലീസ്റ്റ് നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന പോലെ നമ്മൾ എടുത്തിരിക്കണം. ഓക്കെ, അതേപോലെ ക്യൂബ് ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്ന അറ്റ്ലീസ്റ്റ് 1 തൊട്ട് 11 വരെ, 1 തൊട്ട് 11 വരെയുള്ള എല്ലാ നമ്പേഴ്സിന്റെ ക്യൂബ് നമ്മൾ മനസ്സിലുള്ളത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, സോ 7 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരണം. ഓക്കെ, സോ ഈ രീതിയിൽ 1 തൊട്ട് 11 വരെയുള്ള ക്യൂബ് ഓഫ് നമ്പേഴ്സ്, സ്ക്വയർ ആണെങ്കിൽ 1 തൊട്ട് 30 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയർ, ആൻഡ് ക്യൂബ് കഴിഞ്ഞാൽ ഫോർത്ത് പവർ അല്ലെ. അതെന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 1 തൊട്ട് 5 വരെയുള്ളതിന്റെ ഫോർത്ത് പവർ നോക്കി വെക്കുന്ന വളരെ നല്ല. 1 തൊട്ട് 5 വരെയുള്ള നമ്പേഴ്സിന്റെ ഫോർത്ത് പവർ, ആൻഡ് 2 എന്ന് പറയുന്ന നമ്പറിന്റെ ഒരു 5 or 6 പവർ വരെ ഓർത്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാര്യം നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് വളരെ ഈസിയർ ആയിട്ട് വരും. ഓക്കെ, സോ ബേസിക്കലി ഞാൻ പറയാം, സ്ക്വയർ ഓഫ് നമ്പേഴ്സ്, അത് ഏത് കോമ്പറ്റേറ്റീവ് എക്സാം ആയാലും സ്ക്വയർ ഓഫ് നമ്പേഴ്സ് ചോദിക്കുവാണെങ്കിൽ, സോ 1 തൊട്ട് 30 വരെ, 30 വരെയുള്ള എല്ലാ നമ്പേഴ്സിന്റെ സ്ക്വയർ, 1 തൊട്ട് 11 വരെയുള്ള എല്ലാ നമ്പേഴ്സിന്റെ ക്യൂബ്, ആൻഡ് 1 തൊട്ട് 5 വരെയുള്ള നമ്പേഴ്സിന്റെ എല്ലാം ഫോർത്ത് പവർ, ആൻഡ് 2 എന്ന് പറയുന്ന നമ്പറിന്റെ എത്രത്തോളം നോക്കാവോ അത്രയും പവർ നോക്കി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, റാദർ 2ന്റെ ഒക്കെ നമുക്ക് റാദർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതേ ഉള്ളൂ. 2 into 2 into 2 നമുക്ക് മനസ്സിലാണെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യാം. ബട്ട് സ്റ്റിൽ നോക്കി വെക്കുവാണെങ്കിൽ നമ്മുടെ ഇറ്റ് മേക്സ് ആ കാൽക്കുലേഷൻ ഈവൻ മോർ ഫാസ്റ്റർ. ഓക്കെ,
അത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേന് വരുമ്പോൾ നമുക്കത് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും, അതെന്താണെന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ, സോ ബേസിക്കലി 16 raised to 0.25 എന്ന് പറഞ്ഞാൽ എന്താണ്? 16 raised to 1/4 ആണ്. ആൻഡ് 16 is 2 to the power of 4. ഓക്കെ, ഇനി 2 to the power of 4 the whole raised to 1/4 എന്ന് എഴുതിയിട്ടില്ലേ? അപ്പം ഒരു പവറിനെ അതിന്റെ മുകളിൽ വേറൊരു പവർ കൊണ്ട് ചെയ്യുവാണെങ്കിൽ അതെങ്ങനെയാ വരുന്നത്? അത് 2 raised to 4 into 2 raised to 4 into 1/4 എന്ന് വരും. ഓക്കെ, 2 raised to 4 into 1/4. 4 into 1/4 എത്രയാണ്? 1 തന്നെ അല്ലെ? സോ ഇറ്റ് ബിക്കംസ് 2 raised to 1. അതാണ് ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത്. ഓക്കെ, ഇനി ഈ രണ്ടാമത്തെ കേസ് 0.5 ദ ഹോൾ സ്ക്വയർ. അത് നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് വേണം അതിനെ ഹാൻഡിൽ ചെയ്യാം. അതെങ്ങനെയാണ്? ഒന്നെങ്കിൽ 0.5നെ നമുക്ക് 1/2 എന്ന് എഴുതാം, അല്ലെങ്കിൽ 0.5നെ അങ്ങനെ തന്നെ ഇട്ടിട്ട് 0.5 into 0.5 എന്ന് പറയുമ്പോൾ എത്രയാണ്? 5 into 5 എത്രയാണ്? 25 അല്ലെ? സോ ഡെസിമൽ പ്ലേസ്, ഈ പോയിന്റിന് ശേഷം എത്ര നമ്പേഴ്സ് ഉണ്ട്? ഇവിടെ ഒരു നമ്പർ ഉണ്ട്, ഇവിടെ ഒരു നമ്പർ ഉണ്ട്, മൊത്തം രണ്ട് നമ്പേഴ്സ് വരണം. സോ 25ന് രണ്ട് ഇത് മുന്നേ ഡോട്ട് ഇടുക, അതായത് 0.25 എന്ന് വരും. ഓക്കെ, അഥവാ 1/4 എന്ന് വരും. സോ 2 into 1/4 ദ ആൻസർ വുഡ് ബി 0.5. ഓക്കെ, അത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ബട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്തതിന്റെ ഉദ്ദേശം ഇതാണ്, ദാറ്റ് യു നീഡ് ടു നോ ഏതൊക്കെ നമ്പേഴ്സ് പഠിച്ചിരിക്കണം, ഏതിന്റെയൊക്കെ സ്ക്വയേഴ്സ് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഇവിടെ കൂടുതൽ ഇമ്പോർട്ടന്റ്. സോ ഗോയിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഐ നീഡ് യു പീപ്പിൾ ടു ലിസൺ ടു ഇറ്റ് വെരി കെയർഫുള്ളി. ഇതിനകത്ത് നോക്കുക, എ മാൻ ഇസ് വാക്കിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 10 km/h. ഒരാൾ 10 km/h സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുക, തന്റെ ഓഫീസിലോട്ട് പോവുക. പക്ഷെ അയാൾ എന്താണ്, 10 മണിക്ക് അയാൾ ചെല്ലണം. പക്ഷെ അയാൾ എത്ര മണിയാകുമ്പോഴാണ് ചെല്ലുന്നത്? 15 മിനിറ്റ് ലേറ്റ്. 10:15 അയാൾ ചെല്ലുന്നുള്ളൂ എല്ലാ ദിവസവും. 10 km/h നടക്കുന്നുണ്ട്. സോ അയാൾ ലേറ്റ് ആണല്ലോ എന്ന് ഓർത്ത് അയാൾ കുറച്ചുകൂടെ സ്പീഡായിട്ട് നടക്കാൻ തുടങ്ങി. നെക്സ്റ്റ് ഡേ 2 km/h കൂട്ടി, അതായത് 12 km/h പുള്ളി നടക്കുക. പക്ഷെ അപ്പോഴും പുള്ളി 10 മണിയായപ്പോൾ ചെന്നില്ല, പുള്ളി 10:05 ആയപ്പോഴാണ് ചെന്നത്. ഓക്കെ, പക്ഷെ ചോദ്യം എന്താണ്? വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ വർക്ക് പ്ലേസ് ആൻഡ് ഹിസ് ഹൗസ്? ചേട്ടാ, ഇതിനകത്ത് ഡിസ്റ്റൻസ് പറഞ്ഞിട്ട് പോലും ഇല്ല, പിന്നെ ഞാൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ദാറ്റ് ഇസ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് കംസ് ടു അവർ മൈൻഡ്, റൈറ്റ്? പക്ഷേ ഇവിടെ ദിസ് ഇസ് ക്വൈറ്റ് സിമ്പിൾ if we think it from the perspective of that extra that I have actually mentioned. ഞാൻ നേരത്തെ ഒരു എക്സ്ട്രാസിനെ കുറിച്ച് പറഞ്ഞില്ലേ? ഓക്കെ, സോ ആ രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ നോക്കുക, ഇവിടെ നോക്കുക, എന്താണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്? എത്രയാണ്? ആദ്യമേ ഫസ്റ്റ് ആള് ട്രാവൽ മൊത്തം ഡിസ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. അയാളുടെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്കുള്ള ദൂരം ഡിസ്റ്റൻസ് ഡി ആണ് എന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ അയാൾക്ക് വീട്ടിൽ നിന്ന് ആക്ച്വലി 10 km/h അയാൾ ആദ്യം മൂവ് ചെയ്ത്, അല്ലേ? സോ അയാള് വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് എടുക്കാൻ എത്ര സമയം എടുത്തു? അത് നമുക്ക് അറിയില്ല. എത്ര സമയം എടുത്തു എന്ന് അറിയില്ല, പക്ഷെ 15 മിനിറ്റ് ലേറ്റ് ആയി എന്ന് നമുക്ക് അറിയത്തുള്ളൂ, അല്ലെ? സോ ഞാൻ പറയാണ്, 10 km/h ട്രാവൽ ചെയ്യാൻ വേണ്ടി പുള്ളി എടുത്ത സമയം ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, അല്ലെ? ഡിസ്റ്റൻസ് 10 km/h സ്പീഡ്. സോ മൊത്തം എടുത്ത സമയം d/10. ഇനിയും അയാൾ അടുത്ത് എന്ത് ചെയ്തു? സ്പീഡ് കൂട്ടി ഇപ്പൊ കഴിഞ്ഞപ്പം അയാളുടെ സ്പീഡ് എത്ര സമയം എടുത്തു? ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ പുതിയ സ്പീഡ്, അതായത് 12. ഓക്കെ, സ്പീഡ് കൂട്ടി കഴിയുമ്പോൾ എന്താണ്? നാച്ചുറലി എന്താണ്? സമയം കുറവല്ലേ എടുക്കത്തുള്ളൂ, അല്ലെ? ആദ്യം അയാൾ 1 മണിക്കൂർ എടുത്തെങ്കിൽ ഇപ്പൊ അയാൾ കുറച്ചുകൂടെ കുറവ് സമയം എടുക്കത്തുള്ളൂ. എത്ര സമയം കുറഞ്ഞു എന്ന് നമുക്കറിയാവോ? അത് നമുക്കറിയാം. എങ്ങനെ അറിയാം? കാര്യം നേരത്തെ അയാൾ 15 മിനിറ്റ് ആയിരുന്നു ലേറ്റ്, അല്ലെ? അയാൾ 15 മിനിറ്റ് ആയിരുന്നു ലേറ്റ്, അതായത് 10 മണിക്ക് എത്തേണ്ട ആൾ 10:15 എത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ സ്പീഡ് കൂട്ടിയപ്പം അയാൾ 10:05 ആയപ്പോൾ എത്താൻ തുടങ്ങി. ഹി വാസ് 5 minutes ലേറ്റ്. 10:05 ആയപ്പോൾ എത്താൻ തുടങ്ങി, അല്ലെ? സോ ഈ രണ്ട് സ്പീഡിന്റെ തമ്മിലുള്ള ഡിഫറൻസ് ഇസ് സിംപ്ലി 15 - 5 വിച്ച് ഇസ് 10 minutes. 10 മിനിറ്റ് ആണ് ആ ഡിഫറൻസ് ഓഫ് ടൈം. ഓക്കെ, സോ d/10 - d/12 is equal to 10 minutes. പക്ഷെ ഇവിടെ കൊടുത്തേക്കുന്നത് 10 km/h 12 km/h അല്ലേ? പക്ഷെ ഇവിടെ നമുക്ക് കിട്ടിയേക്കുന്നത് എന്താണ്? 10 minutes എന്ന്. സോ യൂണിറ്റ് എപ്പോഴും ശ്രദ്ധിക്കണം. അതായത് ഇഫ് ഇറ്റ് ഇസ് ഗിവൺ ഇൻ km/h, നമ്മൾ അതിനെ എപ്പോഴും അവറിലും കിലോമീറ്ററിലും തന്നെ ഹാൻഡിൽ ചെയ്യണം. സോ 10 മിനിറ്റ്സിനെ ഞാൻ എന്ത് ചെയ്യണം? അവറിലേക്ക് കൺവേർട്ട് ചെയ്യണം, വിച്ച് ഇസ് ഗിവൺ ബൈ 10/60. ഓക്കെ, so that is how we handle it. d/10 - d/12 is equal to 10/60. അതിനെ നമുക്ക് ഈസിലി ഡെസിമൽ വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ we'll get the distance as 10 km. ആ കാൽക്കുലേഷൻ is quite simple. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, but the idea is this. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എത്ര സമയം എടുത്തെന്നോ അല്ലെങ്കിൽ എത്ര ദൂരം ഉണ്ടെന്നോ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല. പകരം നമുക്ക് തന്ന എന്താണ്? രണ്ട്
ഡിഫറെന്റ് സ്പീഡ് തന്നിട്ടുണ്ട്. രണ്ട് സ്പീഡിലും ചെന്നപ്പോൾ ഉള്ള സമയമല്ല തന്നിരിക്കുന്നത്, ചെന്ന സമയത്തിന് ഡിഫറൻസ് എത്രയാന്ന് നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു സമയത്ത് 15 മിനിറ്റ് ലേറ്റ്, രണ്ടാമത്തെ സ്പീഡിൽ 5 മിനിറ്റ് ലേറ്റ്. സോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്പീഡ്, അല്ലെങ്കിൽ രണ്ട് സ്പീഡും തമ്മിൽ ട്രാവൽ ചെയ്യുമ്പം ഉള്ള ഡിഫറൻസ് ഇൻ ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 10 മിനിറ്റ്സ് ആണ്. അത് വെച്ച് നമുക്ക് ഇതിലേക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദിസ് ക്വസ്റ്റ്യൻ. ആൻഡ് ഗോയിങ് ടു ദ നെക്സ്റ്റ് വൺ. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു കൈൻഡ് ഓഫ് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ്, കുറെ ഫാക്ട്സ് തന്നേക്കുവാണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി, അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ബാക്കി ഉള്ള സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് പറഞ്ഞേക്കുവാണ്, ഫാക്ട് നമ്പർ 1, റോബോട്ട് ഹാസ് 4 വെഹിക്കിൾസ്. റോബോട്ടിന് 4 വെഹിക്കിൾസ് ഉണ്ട്. 2 എണ്ണം റെഡ് ആണ്, ഒരു വെഹിക്കിൾ എന്ന് പറയുന്നത് മിനി വാൻ ആണ്. ഇങ്ങനെ 3 സ്റ്റേറ്റ്മെന്റ്സ് തന്നേക്കുന്നത്. ഒന്ന്, 4 വെഹിക്കിൾസ് ഉണ്ട്. സോ ഐ എം ഗോയിങ് ടു ദ ആൻസർ. സി, റോബോട്ടിന് 4 വെഹിക്കിൾസ് ഉണ്ട്. 1, 2, 3, 4. അതിനകത്ത് 2 എണ്ണം റെഡ് ആണ്. ഓക്കെ, പിന്നെ ഒരെണ്ണം മിനി വാൻ ആണ്, അല്ലെ? ഒരെണ്ണം മിനി വാൻ ആണ്. സോ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള എന്താണ്? ഇവിടെ 2 എണ്ണം റെഡ് ആണെന്ന് തന്നിട്ടുണ്ട്, മറ്റേ 2 എണ്ണത്തിന്റെ കളർ തന്നിട്ടില്ല. ഓക്കെ, പിന്നെ തന്നേക്കുന്ന എന്താണ്? ഒരെണ്ണം മിനി വാൻ ആണെന്ന് തന്നിട്ടുണ്ട്. മിനി വാൻ ആണ്, ഓക്കെ, സമ്മതിച്ചു. പക്ഷെ ഈ പറയുന്നത് മിനി വാൻ എന്ന് പറയുന്നത് റെഡ് ആണോ അല്ലയോ തന്നിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ള ഡേറ്റാസ്. അത് വെച്ചിട്ട് ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്ന ബാക്കി സ്റ്റേറ്റ്മെന്റ്സ് എന്താണെന്ന് നോക്കാം. റോബോട്ട് ഹാസ് എ റെഡ് മിനി വാൻ. ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. റോബോട്ട് ഹാസ് എ റെഡ് മിനി വാൻ. മിനി വാൻ ഉണ്ടെന്നുള്ളത് ശരിയാണ്, പക്ഷെ റെഡ് മിനി വാൻ എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് ഡെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? അല്ല. മിനി വാൻ ഉണ്ടെന്ന് പറഞ്ഞു, 2 വെഹിക്കിൾ റെഡ് ആന്ന് പറഞ്ഞു, പക്ഷെ അത് മിനി വാൻ ആയിരിക്കണം നിർബന്ധമുണ്ടോ? ഇല്ല. സോ അത് ക്യാൻസൽ. ഇനി രണ്ടാമത്തെ കാര്യം, റോബോട്ട് ഹാസ് 3 കാർസ് എന്നാ പറഞ്ഞേക്കുന്നത്. 3 കാർ ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ബട്ട് നമ്മൾ അതിൽ പെട്ടെന്ന് വീണ് പോകാനുള്ള ചാൻസ് ഉണ്ട്. കാര്യം എന്താണ്? റോബോട്ട് ഹാസ് 4 വെഹിക്കിൾസ് എന്ന് പറഞ്ഞു, അല്ലെ? 4 വെഹിക്കിൾസ് എന്ന് പറയുമ്പോൾ അത് കാർ ആവാം, ബസ് ആവാം, ലോറി ആവാം, മിനി വാൻ ആവാം, എന്ത് വേണേലും ആവാം. ഓക്കെ, സോ വി ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ദ കാർ. സോ നമുക്ക് റോബോട്ടിന് 3 കാർ ഉണ്ട് എന്ന് ഒരിക്കലും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. നൗ ദ തേർഡ് അസംഷൻ ഇസ് റോബോട്ട്സ് ഫേവറേറ്റ് കളർ ഇസ് റെഡ്. അതും എഗെയിൻ നമ്മൾ വീണ് പോകാൻ ചാൻസ് ഉള്ള ഒരു ഓപ്ഷൻ ആണ്. കാര്യം നമുക്ക് അതിട്ടുണ്ട് 2 വെഹിക്കിൾസ് റെഡ് ആണ്, പിന്നെ 2 വെഹിക്കിൾസ് കൂടെ ഉള്ളത്, അല്ലെ? സോ മേ ബി അയാളുടെ ഫേവറേറ്റ് കളർ റെഡ് ആയിരിക്കാം. കാര്യം 2 എണ്ണം റെഡ് അല്ലേ? പക്ഷേ ഇനി മറ്റേ 2 കളറിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, അല്ലെ? ഇപ്പം മൂന്നാമത്തെ കളർ ഗ്രീനും 4മത്തെ കളർ ബ്ലൂ ആണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും അയാളുടെ ഫേവറേറ്റ് കളർ റെഡ് ആണ്. കാര്യം റെഡ് 2 എണ്ണം ഉള്ളതുകൊണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം മറ്റേ 2 ബ്ലൂ ആണെങ്കിലോ? ഈ 2 എണ്ണം റെഡും മറ്റേ 2 ബ്ലൂ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമോ അയാളുടെ ഫേവറേറ്റ് കളർ റെഡ് ആണ്? മേ ബി ഹിസ് ഫേവറേറ്റ് കളർ ഇസ് ബ്ലൂ എന്ന് നമുക്ക് പറയരുതോ? അല്ലെ? സോ നമുക്ക് ഇവിടെ ഷുവർ അല്ലാത്തത് കൊണ്ട് നമ്മൾ അതിനെയും ട്രൂ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയത്തില്ല. ഓക്കെ, സോ ഇതിനകത്ത് കെയർഫുൾ ആയിരിക്കേണ്ട ഫാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്തെല്ലാം ഫാക്ട് തന്നിട്ടുണ്ടോ അത് വെച്ച് മാത്രമേ അനലൈസ് ചെയ്യാവുള്ളൂ. യു ഷുഡൻ ബി മേക്കിംഗ് എനി അസംഷൻ അറ്റ് ഓൾ. ഒരു അസംഷനും വെക്കാൻ പാടില്ല. നമ്മുടെ എന്താണ് ഫാക്ട് തന്നേക്കുന്നത്, ജസ്റ്റ് ഹാൻഡിൽ ദ ഫാക്ട്സ് ആൻഡ് നെവർ ഗോ ഇൻ ടു എനി കൈൻഡ് ഓഫ് അസംഷൻസ്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ക്വസ്റ്റ്യൻ. I'll cook into next question. Okay. ഇറ്റ്സ് ഓൾ അബൌട്ട് എ ഡിസ്ക്രിമിനേറ്റിംഗ് ഫാക്ടർ. ഇതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇത് ഒരു പർട്ടിക്കുലർ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ 2 ആൾക്കാർക്ക് കൊടുത്തു. ഒരു 2 സെറ്റ് ഓഫ് ആൾക്കാർ. ഓക്കെ, 2 ക്ലാസ് വിചാരിക്കുക. ക്ലാസ് എക്കും ക്ലാസ് ബിക്കും കൊടുത്തു. ഓക്കെ, ക്ലാസ് എയില് ഉള്ള 40 പേരിൽ 32 പേര് ആ ആൻസർ സോൾവ് ചെയ്തു. രണ്ടാമത്തെ ക്ലാസ്സിൽ 40 പേരിൽ 14 പേര് മാത്രമേ അത് കറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്തുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡിസ്ക്രിമിനേറ്റിംഗ് പവർ എത്രയാണെന്നുള്ള ആണ് ചോദ്യം വരുന്നത്. സോ ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴത്തേന് നമ്മൾ ഡിസ്ക്രിമിനേറ്റിംഗ് പവർ എന്ന് കണ്ടപ്പോഴത്തേന് നമുക്ക് പെട്ടെന്ന് ഒരു കൺഫ്യൂഷൻ വരാം. ഇത് എന്താ ഈ ഡിസ്ക്രിമിനേറ്റിംഗ് പവർ എന്നുള്ള കൺസിഡറേഷൻ വരാം, അല്ലെ? സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമ്മൾ അതിനെ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയോ? പെർസെന്റേജ് എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള വേ എന്ന് പറയുന്നത് അതിന്റെ പെർസെന്റേജ് എടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അതിന്റെ റേഷ്യോ എടുക്കുക എന്നുള്ളത്. ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ 32 സ്റ്റുഡൻസ് ഔട്ട് ഓഫ് 40. അപ്പൊ എത്ര ശതമാനം ആൾക്കാരുണ്ട്? ജമ്പ് ഇൻ ടു ദ ആൻസർ. ലുക്ക്, 40 ഫസ്റ്റ് ക്ലാസ്സിൽ 32 പേര് അത് ആൻസർ ചെയ്തു കറക്റ്റ് ആയിട്ട്. അപ്പൊ എത്ര ശതമാനം ആൾക്കാർ ഹാൻഡിൽ ചെയ്തു? 80%, അല്ലെ? ഇനി രണ്ടാമത്തെ ക്ലാസ്സിൽ 40ൽ 14 പേരെ ആൻസർ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളൂ. അത് എത്ര ശതമാനമാണ്? ദാറ്റ് ഇസ് 35%. അത് കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്താൽ മതി. ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട് ടു മേക്ക് ഇറ്റ് ക്വിക്ക്. ഓൾറൈറ്റ്. സോ
ഇതിന് തമ്മിലുള്ള ഡിഫറൻസ് ഡിസ്ക്രിമിനേഷൻ അല്ലേ? അപ്പം ഒരെണ്ണത്തിൽ നിന്ന് മറ്റേതിലുള്ള ഒരു ഡിഫറൻസ് ആണല്ലേ അവിടെ പറയുന്നത്. സോ മേ ബി വിൽ ഡു വൺ തിങ്, 80 മൈനസ് 35 എത്രയാന്ന് നോക്കാം. സോ ദാറ്റ് ഇസ് 45%. ഓക്കെ, 80 മൈനസ് 35 ഇസ് 45%. സോ ഈ 45% എന്ന് പറയുന്നതിനെ നമുക്ക് ഇൻ ഡെസിമൽ ടേംസിൽ കൊണ്ടുവന്ന എത്രയായി? 0.45 അല്ലെ? 100% എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ 45% ഇസ് 0.45 ആൻഡ് വി ലുക്ക് ഇൻ ടു ദ ആൻസർ ആൻഡ് ദർ ഇസ് സംതിങ് കോൾഡ് 0.45. സോ ദാറ്റ് ഇസ് ആർ ആൻസർ. ഓക്കെ, സോ ഇങ്ങനെയുള്ളൂ. പെട്ടെന്ന് അറിയാൻ മേലാത്ത ഒരു കാര്യം വരുവാണെങ്കിൽ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കഴിയുന്നതും നമ്മൾ ഒരു പെർസെൻറ്റേജ് ടേംസിൽ അതിന് അല്ലെങ്കിൽ ഒരു റേഷ്യോ ടേംസിൽ കൊണ്ടുവന്നിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ മോർ ഓർ ലെസ് നമുക്ക് കുറെ ഉത്തരങ്ങൾ കിട്ടാനായിട്ട് പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബട്ട് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണ് ക്വസ്റ്റ്യൻ എടുക്കുന്നത്. ഓക്കെ, ദ ഫസ്റ്റ് തിങ് ഇസ്, ഒരു ക്രിക്കറ്റ് ബാറ്റ് വാസ് മെയ്ഡ് അറ്റ് എ കോസ്റ്റ് ഓഫ് ₹2,000 and sold at a price of 1,600. What is the percentage loss for the seller? ബാറ്റ് ഉണ്ടാക്കിയേക്കുന്നത് 2,000 rupees ആണ്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്, ഇവിടുത്തെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഫസ്റ്റ് എഴുതിയിടണം. ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 2,000, സെല്ലിംഗ് പ്രൈസ് എന്ന് വെച്ചാൽ 1,600. അപ്പൊ ഇവിടെ ലോസ് ആണോ ലാഭമാണോ നഷ്ടമാണോ? ലാഭം നഷ്ടവും കണ്ടുപിടിക്കാൻ എത്രയേ ഉള്ളൂ, സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. അത് പോസിറ്റീവ് ആണെങ്കിൽ പ്രോഫിറ്റും, നെഗറ്റീവ് ആണെങ്കിൽ ലോസും. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. സോ ഇവിടെ നമുക്കറിയാം നഷ്ടമാണ്. എത്ര രൂപ നഷ്ടമുണ്ട്? 400 രൂപ നഷ്ടമുണ്ട്. അത് നമുക്കറിയാം. അത് എത്ര ശതമാനമാണ്? ആ ശതമാനം കണ്ടുപിടിക്കാനായിട്ട് എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ലോസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ആണ്, സെല്ലിംഗ് പ്രൈസ് അല്ല. ഓക്കെ, ഓർത്തോണം. ദ ലോസ് പെർസെന്റേജ് കണ്ടുപിടിക്കാൻ ലോസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ആണ് എടുക്കേണ്ടത്, സെല്ലിംഗ് പ്രൈസ് അല്ല. ഓക്കെ, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. വി ഷുഡ് ബി വെരി ക്ലിയർ വിത്ത് ദ ഡിനോമിനേറ്റർ. ഓക്കെ, ആ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക. അതിന് വേണ്ടി മാത്രം ഞാൻ അത് പറഞ്ഞുള്ളൂ. ആൻഡ് വിൽ ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Okay, this is more or less same as the previous question. So I'll jump into the next one. Okay, ഇതെന്ന് പറയുന്നത് ഇതും ഓക്കെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഇത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് പറഞ്ഞേക്കുന്ന ഇതാണ്: ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് എ റെക്ടാംഗിൾ ഇസ് ഇൻ ദ റേഷ്യോ 9:4. ഓക്കെ, ലെങ്തും ബ്രെഡ്ത്തിന്റെയും റേഷ്യോ എന്ന് പറഞ്ഞാൽ 9:4 ആണ്. ആൻഡ് ഏരിയ ഓഫ് ദ റെക്ടാംഗിൾ 324 ആണ്. ഓക്കെ, then calculate the perimeter of a square whose sides are 5 times the length of the rectangle. Quite complicated അല്ലെ? കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബട്ട് നമുക്ക് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് നോക്കാം. അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോഴത്തേന് പറഞ്ഞേക്കുന്നത് എന്താണ്? ഫസ്റ്റ്, ലെങ്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ 9:4 ആണ്. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഏത് റേഷ്യോ തന്നാലും ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ലെങ്ത് ഇസ് ടു ബ്രെഡ്ത്ത് ഇസ് 9:4 ആണെങ്കിൽ അതിന്റെ അർത്ഥം ലെങ്ത് എന്ന് പറയുന്നത് 9x ഉം ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 4x ആയിരിക്കും. അപ്പൊ തന്നെ അത് എഴുതിക്കോണം. ഓക്കെ, അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ഏരിയ എന്ന് പറയുന്നത് 324 ആണ് തന്നിട്ടുണ്ട് അല്ലെ? നമുക്ക് റെക്ടാംഗിളിന്റെ ഏരിയ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. നമുക്ക് ലെങ്തും ബ്രെഡ്ത്തും 9x ഉം 4x ഉം തന്നിട്ടുണ്ടല്ലോ. സോ 9x into 4x, that is 36x² is equal to 324. അത് കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടും. x² is equal to 9 എന്ന് പറയുമ്പോൾ എക്സിന്റെ വാല്യൂ +-3 ആ, +3 ആവാം അല്ലെ -3 ആവാം. ബട്ട് അഗെയിൻ ലെങ്ത് ആകുമ്പോഴത്തേന് അതൊരിക്കലും നെഗറ്റീവ് ആവാൻ പറ്റില്ലല്ലോ. സോ എക്സ് ഇസ് 3. ഓക്കെ, സോ എക്സ് 3 ആണ് എങ്കിൽ ലെങ്ത് എത്രയാണ്? എക്സിന്റെ വാല്യൂ 3 കിട്ടി. സോ ദ ലെങ്ത് എത്രയാണ്? നമ്മൾ ഇവിടെ ഓൾറെഡി എഴുതി വെച്ചു. ഇറ്റ് ഇസ് 9x. ഓക്കെ, ലെങ്ത് 9x ആണ്. സോ ദാറ്റ് മേക്സ് ലെങ്ത് ഇസ് ഇക്വൽ ടു 9 into 3, ദാറ്റ് ഇസ് 27. ഓക്കെ, ഇനി സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യനിലോട്ട് പോവാ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമ്മൾ ലെങ്തോ ബ്രെഡ്ത്തോ കണ്ടുപിടിക്കാനല്ല ചോദിച്ചേക്കുന്നത്. നമ്മളോട് ചോദിച്ചത് എന്താണ്? കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ. പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ കണ്ടുപിടിക്കണം. സ്ക്വയറിന്റെ പെരിമീറ്റർ എത്രയാണ്? സപ്പോസ് സ്ക്വയറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എസ് ആണ്, അല്ലെങ്കിൽ സ്ക്വയറിന്റെ സൈഡ് എസ് ആണ് എങ്കിൽ അതിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? സിംപ്ലി 4 into s ആണ് അതിന്റെ പെരിമീറ്റർ, അതിന്റെ ചുറ്റളവ്. ഓക്കെ, ദാറ്റ് ഇസ് സിംപ്ലി 4 into s. ഇനി ആ സൈഡ് എത്രയാണോ തന്നിരിക്കുന്നത്? സൈഡ് ഇസ് 5 times the length of the rectangle. ആ എസ് എന്ന് പറയുന്നത് 5 times the length of the rectangle ആണ്. നമുക്ക് റെക്ടാംഗിളിന്റെ ലെങ്ത് കിട്ടിയല്ലോ 27. സോ സൈഡിന്റെ സ്ക്വയറിന്റെ സൈഡ് എത്രയാണ്? 5 times length, which is 135. അങ്ങനെ 135 ആണ് എങ്കിൽ അതിന്റെ പെരിമീറ്റർ എത്രയാണ്? പെരിമീറ്റർ സിംപ്ലി 4 times the side, which is 4 into 135, which is 540. ഓക്കെ, ഇവിടെ നമുക്ക് ക്ലിയർ ആയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ. പെരിമീറ്റർ
ഓരോ സ്ക്വയറിന്റെയും റെക്ടാങ്കിളിന്റെയും അങ്ങനെയുള്ള എല്ലാത്തിന്റെയും പെരിമീറ്റർ എത്രയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതേപോലെ സ്ക്വയർ, സർക്കിള്, അതേപോലെ റെക്ടാങ്കിള്, ഇതിന്റെ എല്ലാത്തിന്റെയും ഏരിയ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ക്വൈറ്റ് ക്ലിയർ ആയിരിക്കണം. ഓക്കെ, ഓൾ ഗുഡ് ഐ സപ്പോസ്. വിൽ ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ ചെയ്ത സീരീസ് തന്നെയാണ്, പക്ഷെ ഇതിന്റെ ജസ്റ്റ് ആൻസർ മാത്രം ഞാൻ ഒന്ന് പറഞ്ഞു പോവാണ് ഇതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. നോക്കുക, ഇതിനകത്ത് 80, 160, 400, 1700, 4200 ഈ പറഞ്ഞ നമ്പറിന്റെ അടുത്ത നമ്പർ കണ്ടുപിടിക്കാനല്ല പറഞ്ഞേക്കുന്നത്. ഇതിനകത്ത് ഏതോ ഒരു നമ്പർ തെറ്റാണ്, ആ നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇറ്റ് ബിക്കംസ് ഈവൻ മോർ കോംപ്ലിക്കേറ്റഡ് അല്ലെ, കാര്യം നമുക്ക് തെറ്റായിട്ടുള്ള നമ്പർ എത്രയാണെന്ന് അറിയില്ല. ബട്ട് ഇറ്റ് ഈസ് ഫോളോയിങ് എ സർട്ടൺ പാറ്റേൺ. ഓൾ റൈറ്റ്, സോ ഇവിടെ ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് തമ്മിലുള്ള റിലേഷൻ നോക്കുക. 80, 160 തമ്മിലുള്ള റിലേഷൻ 80 into 2 ആണ് 160 അല്ലെ. ഇനിയും 160, 400 തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കിയാലോ. 160 into 2 എത്രയാ? 320 ആവുന്നുള്ളൂ, 400 ആവുന്നില്ല. പക്ഷേ 400 ഡിവൈഡ് ബൈ 160 ഞാൻ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് 2.5 ആ. ഓക്കെ, 2.5 ആ. സോ ഞാൻ ഓർത്തു 80 into 2 160 ആണ്, 160 into 2.5 400 ആണ്. സോ മേ ബി നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 400 into 3 1200 ആയാലോ. ഓക്കെ, അങ്ങനെ 1000 ഇത് തെറ്റിയത് തെറ്റാണ്. ഇതിന് പകരം 1200 ആയിരുന്നെങ്കിൽ അടുത്ത നമ്പർ എത്ര വന്നേനെ? അടുത്ത നമ്പർ വരേണ്ടത് 1200 into 3.5 അല്ലേ വരേണ്ടത് അല്ലെ. ഇവിടെ 3 ആയി, ഇവിടെ 2 ആയി, 2.5 ആയി, 3 ആയി, അടുത്ത 3.5 വരണം അല്ലെ. സോ 1200 into 3.5 എത്രയാണ്? വിച്ച് ടേൺസ് ഔട്ട് ടു ബി 4200. ഓക്കെ, സോ ഇങ്ങനെയും സീരീസ് വരാം, വേർ ദി ആർ കണക്റ്റഡ് ബൈ 80 into 2, അടുത്ത 160 into 2.5, 400 into 3, പിന്നെ അടുത്ത നമ്പർ into 3.5, അങ്ങനെ വേണേലും സീരീസ് പോകാം. ഓക്കെ, സോ ആ രീതിയിൽ നമ്മൾ അതിനെ കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഗോയിങ് ടു ദ നെക്സ്റ്റ് വൺ. ഇതും വളരെ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു മാൻ ഒരു വിമനോട് പറയുകയാണ് ദാറ്റ് യുവർ മദർ ഇസ് ദ മദർ ഇൻ ലോ ഓഫ് മൈ മദേഴ്സ് ഓൺലി ചൈൽഡ് ആൻഡ് ഹൗ ഇസ് എ മാൻ റിലേറ്റഡ് ടു വിമൻ. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്ത് നോക്കുവാണെങ്കിൽ, ഒരു മാൻ ഒരു വിമനോട് പറയുകയാണ് ദാറ്റ് ആ വിമന്റെ മദർ എന്ന് പറയുന്നത് വേറൊരാളുടെ മദർ ഇൻ ലോ ആണ്, ഹൂ ഇസ് ദ ഓൺലി ചൈൽഡ് ഓഫ് ഹിസ് ഓൺ മദർ എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഇവിടെ നമുക്ക് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് നോക്കുവാണെങ്കിൽ, ഈ പറയുന്ന ലേഡിയുടെ മദർ എന്ന് പറയുന്നത് വേറൊരാളുടെ മദർ ഇൻ ലോ, അത് ആരുടെ മദർ ഇൻ ലോ ആയിരിക്കും? നാച്ചുറലി ആ ലേഡിയുടെ ഹസ്ബൻഡിന്റെ മദർ ഇൻ ലോ ആയിരിക്കും അല്ലെ. ആൻഡ് പറഞ്ഞേക്കുവാണ് ആ മദർ ഇൻ ലോ എന്ന് പറയുന്നത് ഈ പറയുന്ന ആളുടെ മദറിന്റെ ഒരേ ഒരു ചൈൽഡാണ്. ഓക്കെ, സോ ഇതിനകത്ത് സിഗ്നിഫിക്കന്റ് പാർട്ട് എന്ന് പറയുന്നത് ഓൺലി ചൈൽഡ് എന്ന് പറഞ്ഞിരുന്ന ടേം ആണ്. ഓക്കെ, മദർ ഇൻ ലോയുടെ ഓൺലി ചൈൽഡ് എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് മനസ്സിലാകാം ഈ മദറിന് ഒരു മകനേ ഉള്ളൂ. ഓക്കെ, ഒരു മകനോ ഒരു മകളെ ഉള്ളൂ, അതുകൊണ്ട് വേറെ മകനില്ല. അപ്പം സോ ദിസ് പേഴ്സൺ കനോട്ട് ബി ഒരു ബ്രദർ ഇൻ ലോയോ ഒന്നും ആകാനുള്ള ഓപ്ഷൻ ഇല്ല, ഹസ്ബൻഡ് മാത്രം ആകാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും. സോ വെൻ സച്ച് ക്വസ്റ്റ്യൻസ് കംസ് അപ്പ്, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വാക്കുകൾ എന്ന് പറയുന്നത് ഓൺലി ചൈൽഡ് അല്ലെങ്കിൽ ഓൺലി മദർ, അങ്ങനെയൊക്കെ പറയുന്ന ഓൺലി എന്താ പറയാ ഓൺലി ഗ്രാൻഡ് ചൈൽഡ്, അങ്ങനെയുള്ള വാക്കുണ്ടെങ്കിൽ അതിൽ സ്ട്രെസ് ചെയ്ത് നോക്കുവാണെങ്കിൽ വി ക്യാൻ കം ടു ആൻസർ ക്വൈറ്റ് ഫാസ്റ്റർ. ഓക്കെ, സോ അങ്ങനെ ഓൺലി എന്നുള്ള വാക്കിൽ സ്ട്രെസ് ചെയ്ത് കൊടുത്താൽ യു ക്യാൻ ഗെറ്റ് ടു ദ ആൻസർ. ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ബട്ട് അഗൈൻ, ഈവൻ ദോ ഇറ്റ് ഇസ് കോംപ്ലെക്സ്, ഇഫ് യു സ്ട്രെസ് അപ്പോൺ ഓൺലി എന്നുള്ള വാക്കിൽ സ്ട്രെസ് ചെയ്താൽ യു ക്യാൻ ഗെറ്റ് ടു ദ ആൻസർ ക്വൈറ്റ് ഫാസ്റ്റർ. ഓൾറൈറ്റ്, ശരി. ഇനിയും ഇത് ഒരു സീരീസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതും ക്വൈറ്റ് ഈസിയാണ്. ഇതിനകത്ത് നോക്കിയാൽ എങ്ങനെയാന്ന് നോക്കിയേ, SRQ. ഓക്കെ, അപ്പം ഇതെങ്ങനെയാ പോയേക്കുന്നത്? എസിന് മുമ്പുള്ള ലെറ്റർ ആർ, ആറിന് മുമ്പുള്ള ലെറ്റർ ക്യൂ. ഓക്കെ, പക്ഷെ അടുത്തത് എവിടെയാ സ്റ്റാർട്ട് ചെയ്തേക്ക് നോക്കിയേ, UTS. ഇത് തമ്മിലുള്ള ബന്ധം എന്താണ്? അത് നോക്കുമ്പോൾ മനസ്സിലാവും. നോക്കുക, ഇതിന്റെ ആദ്യത്തെ ലെറ്റർ എന്ന് പറയുന്നതാണ് ഇതിന്റെ അവസാനത്തെ ലെറ്റർ. ഓക്കെ, ഇനി ഇതിന്റെ ആദ്യത്തെ ലെറ്റർ എന്ന് പറയുന്നതാണ് ഇതിന്റെ മൂന്നാമത്തെ അവസാനത്തെ ലെറ്റർ. ഓക്കെ, സോ നാച്ചുറലി അടുത്തതിന്റെ അവസാനത്തെ ലെറ്റർ എത്രയായിരിക്കും? നമ്മൾ മിസ്സിംഗ് ആയിട്ടുള്ളതിന്റെ അവസാനത്തെ ലെറ്റർ എത്രയായിരിക്കും? W ആയിരിക്കും അല്ലെ, W ആയിരിക്കും. അങ്ങനെ W ആണ് എങ്കിൽ അതിന് മുമ്പുള്ള നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും? W, ഇവിടെ ഇതിപ്പോ എസ് ആണെങ്കിൽ P ആൻഡ് U അല്ലേ, സോ W, X ആൻഡ് Y ആയിരിക്കും. സോ ആൻസർ ഈ ബോൾഡൻ
question? Okay. ഓക്കെ. സോ ഇതെന്ന് പറയുന്നത് ഒരു ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. പലപ്പോഴും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വളരെ കോമൺ ആയിട്ട് കാണാം എല്ലാ എക്സാംസിലും. ബട്ട് യൂഷ്വലി വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ഓക്കെ. സോ ഇവിടെ ക്വസ്റ്റ്യനകത്ത് തന്നേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 4 ആൾക്കാരുണ്ട്. അവര് നാലും ഒരു ബിൽഡിങ്ങിന് പല ഫ്ലോറിലായിട്ടാണ് താമസിക്കുന്നത്. ഏറ്റവും അടിയിലത്തെ ഫ്ലോറിനെ നമ്മൾ 1 എന്ന് വിളിച്ചു. ഏറ്റവും മുകളിലത്തെ ഫ്ലോറിനെ നമ്മൾ 4 എന്ന് വിളിച്ചു. ഓക്കെ. സോ എന്നിട്ട് അതിന് പല ക്ലൂസ് വന്നേക്കുക. ആരാ എവിടെയെന്നുള്ളത് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. പകരം നമ്മളോട് പറഞ്ഞേക്കാണ് ചില ക്ലൂസ് വന്നേക്കുക. ഓക്കെ. അത് വെച്ച് നമുക്ക് എങ്ങനെ ഉത്തരത്തിലേക്ക് എത്താന്ന് പറയാം. ഓക്കെ. സോ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ടത് എങ്ങനെയാന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നോക്കുക, 4 ഫ്ലോർ ഉണ്ട്. സോ ഞാൻ ഇവിടെ 1, 2, 3, 4 എന്ന് എഴുതി വെച്ചു. അല്ലെ? ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ ആൻഡ് ഫോർത്ത് ഫ്ലോർ. ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തേക്കുന്നത് എന്താണ്? നൈദർ എൻ നോർ പി ലിവ്സ് അറ്റ് ദ ടോപ്പ് ഫ്ലോർ. ഓക്കെ. മൊത്തമുള്ള MNOP ആണുള്ളത്. അതിനകത്ത് എന്നും പിയും മേളിലല്ല താമസിക്കുന്നത് പറഞ്ഞു. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാവുന്ന എന്താണ്? എന്നും പിയും ഫോർത്ത് ഫ്ലോറിൽ അല്ലെങ്കിൽ ഫോർത്ത് ഫ്ലോറിൽ താമസിക്കാൻ പറ്റുന്ന ആർക്കൊക്കെയാണ്? എം അല്ലെങ്കിൽ ഒ ആയിരിക്കും ഫോർത്ത് ഫ്ലോറിൽ താമസിക്കുന്നത്. അല്ലെ? അത് ക്ലിയർ ആയി. പക്ഷെ എം ആണോ ഒ ആണോ എന്നുള്ളത് ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല. ഓക്കെ. സോ വിൽ ഗോ ടു ദ നെക്സ്റ്റ് ക്ലൂ. നെക്സ്റ്റ് ക്ലൂ എന്താണ്? ദ നമ്പർ ഓഫ് പേഴ്സൺ ബിലോ എം ഇസ് സെയിം ആസ് നമ്പർ ഓഫ് പേഴ്സൺസ് എബോവ് എം. എമ്മിന്റെ താഴെ എത്ര പേരുണ്ടോ അത്ര ആൾക്കാർ തന്നെ എന്നിന്റെ മുകളിലും ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ. സോ നമ്മൾ കൺസിഡർ ചെയ്യാണ്, സപ്പോസ് എം എന്ന് പറയുന്ന ഫോർത്ത് ഫ്ലോറിലാണെങ്കിൽ എമ്മിന്റെ അടിയിൽ എത്ര പേരുണ്ട്? 1, 2, 3 പേരുണ്ട്. സോ എന്നിന്റെ മുകളിൽ എത്ര പേര് വേണം? അപ്പം 3 പേര് വേണം. സോ എം ഇവിടെ ഫോർത്ത് ഫ്ലോറിലാണെങ്കിൽ എൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഫ്ലോറിലായിരിക്കും. അതേപോലെ എം എന്ന് പറയുന്നത് തേർഡ് ഫ്ലോറിലാണെങ്കിൽ എൻ എന്ന് പറയുന്നത് സെക്കൻഡ് ഫ്ലോറിലായിരിക്കും. ആൻഡ് ഇഫ് എം എന്ന് പറയുന്നത് സെക്കൻഡ് ഫ്ലോറിലാണ് എൻ എന്ന് പറയുന്നത് തേർഡ് ഫ്ലോറിലായിരിക്കും. ഓക്കെ. ഇതാണ് മൂന്നാമത്തെ അടുത്ത ക്ലൂവിൽ നിന്ന് നമുക്ക് ഇന്റർപ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡേറ്റ ഇതാ. അതിൽ നിന്ന് ഒരുപാടൊന്നും കിട്ടിയിട്ടില്ല, ബട്ട് വി ഗോട്ട് സം ഐഡിയ. ഓക്കെ. നൗ ലാസ്റ്റ് വൺ കൊടുത്തേക്കുന്നത് എന്താണ്? ഓൺലി 1 പേഴ്സൺ ലിവ്സ് എബോവ് പി ആൻഡ് ബിലോ ഒ. അതായത് പിക്ക് മേളിൽ ഒരാളെ ഉള്ളൂ, ഒയുടെ അടിയിൽ ഒരാളെ ഉള്ളൂ എന്ന്. ഓക്കെ. പിയുടെ മേളിൽ ഒരാളെ ഉള്ളൂ, പിയുടെ മേളിൽ ഒരാളെ ഉള്ളൂ, ഒയുടെ അടിയിൽ ഒരാളെ ഉള്ളൂ എന്നാണ് കൊടുത്തേക്കുന്നത്. അല്ലെ? സോ പിയുടെ മേളിൽ ആരാ ഉള്ളത്? ഒരാളെ ഉള്ളൂ. അപ്പൊ പി എവിടെ വരണം? മൂന്നാമത്തെ കളറിൽ തന്നെ വന്നല്ലേ പറ്റത്തുള്ളൂ. കാരണം പിയുടെ മേളിൽ ഒരാളെ ഉള്ളൂ. സോ പി ഷുഡ് ബി സ്റ്റേയിങ് ഇൻ ദ തേർഡ് ഫ്ലോർ. ആൻഡ് ഇറ്റ് ഇസ് സെഡ് ദാറ്റ് ഒയുടെ അടിയിൽ ഒരാളെ ഉള്ളൂ, വിച്ച് മീൻസ് ഒ എന്ന് പറയുന്നത് എത്രയാണ്? തേർഡ് ഫ്ലോറിൽ വരണം. അല്ലെ? ഇതിൽ ഇത്രയും കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുക? ദാറ്റ് ഒ ഇവിടെയാണ്. സോ ഫോർത്ത് ഫ്ലോറിൽ എമ്മിനോ ഒയ്ക്കോ മാത്രമേ പറ്റത്തുള്ളൂ. ബട്ട് ഒ ഓൾറെഡി സെക്കൻഡ് ഫ്ലോറിൽ വന്നു. അല്ലെ? സോ ഇവിടെ ആരായിരിക്കും? ഫോർത്ത് ഫ്ലോറിൽ ആരായിരിക്കും? എം ആയിരിക്കും. സോ എൻ വുഡ് ബി ലാസ്റ്റ് പേഴ്സൺ ഒരാളെ ഉള്ളൂ, അയാൾ ഫസ്റ്റ് ഫ്ലോറിൽ റിമെയിൻ ചെയ്യും. ഓക്കെ. സോ ഇങ്ങനെയാണ് നമ്മൾ ആ ക്വസ്റ്റിനെ ബ്രേക്കപ്പ് ചെയ്തിട്ട് എഴുതേണ്ടത്. ഓക്കെ. സോ അപ്പം ഇതിനകത്തുനിന്നുള്ള ചോദ്യം വളരെ സിമ്പിൾ ആണ്. ഹു ഇസ് ലിവിംഗ് ഇൻ ദ ഗ്രൗണ്ട് ഫ്ലോർ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ. അതായത് ഫസ്റ്റ് ഫ്ലോറിൽ ആരാ താമസിക്കുന്നത് എന്നുള്ളത്, വിച്ച് ഇസ് എൻ എന്നുള്ള ഉത്തരം നമുക്ക് ഈസിലി ഡെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. സോ അതിന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ലിവ്സ് ഇൻ ദ തേർഡ് ഫ്ലോർ? നമ്മുടെ ഇവിടുത്തെ തേർഡ് ഫ്ലോറിനകത്ത് ആരാ താമസിക്കുന്നത്? പി. നമുക്ക് ഈ ഉത്തരം അറിയാം, നമ്മൾ അതും എഴുതി. ഓക്കെ. സോ ഇതെന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങൾ കോൺഫിഡന്റ് ആണെങ്കിൽ നിങ്ങൾ അത് അറ്റംപ്റ്റ് ചെയ്യുക. യു ക്യാൻ യൂഷ്വലി ഗെറ്റ് 3 to 5 ക്വസ്റ്റ്യൻസ് റൈറ്റ്. ഇതിനകത്ത് ഇപ്പൊ 2 ഇട്ടിട്ടുള്ളൂ, ബട്ട് യൂഷ്വലി 3 to 5 ക്വസ്റ്റ്യൻസ് ഇത് വെച്ചിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്, എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളത് ക്ലിയർ ആയിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. സപ്പോസ് ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ ഈ ക്വസ്റ്റിന് വേണ്ടി ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല. So better leave the question and go to the next one. But if it comes, you know how to handle it, right? All right. Okay. So coming to the next question, ഇത് വളരെ സിമ്പിൾ ആണ്. നോക്കുക, വേർഡ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതിനെ ഇറ്റ് ഇസ് റിട്ടൺ ആസ് ഇൻ സം കോഡ് ലാംഗ്വേജ്. ക്വസ്റ്റ്യൻ ഇസ് റിട്ടൺ ആസ് TXHW എന്ന് എഴുതിയേക്കുക. ഓക്കെ. സോ ഇതിന് അങ്ങനെയാണെങ്കിൽ ആൻസർ എന്നുള്ളത് എങ്ങനെ എഴുതും എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. സോ അതിനകത്ത് നോക്കുക, ക്വസ്റ്റ്യൻ ക്യൂന് പകരം ടി, യുവിന് പകരം എക്സ്, അങ്ങനെയല്ലേ കൊടുത്തേക്കുന്നത്. അതിപ്പോ എങ്ങനെ വരിക? ക്യൂ കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ലെറ്റർ, അതായത് ക്യൂ ആർ എസ് പിന്നെ ടി. യു കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ലെറ്റർ, അതായത് VW കഴിഞ്ഞിട്ട് എക്സ്. അങ്ങനെയാണ് ഇത് കൊടുത്തേക്കുന്നത് മുഴുവൻ. അല്ലെ? സോ അങ്ങനെയാണെങ്കിൽ ആൻസറിന് നമുക്ക് എങ്ങനെ എഴുതാം? എ കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ലെറ്റർ ഡി, എൻ കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ലെറ്റർ ക്യൂ, എസ് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ലെറ്റർ വി. അങ്ങനെ നമുക്ക് അതിനെ എഴുതാം. അതിൽ നിന്ന് നമുക്ക് ആൻസറിലേക്ക് ഈസിലി എത്താൻ പറ്റും. ഓക്കെ. സോ ഇത് ഇത്രയേ ഉള്ളൂ. അത് ഐ ഹോപ്പ് ഇറ്റ്സ് ഓക്കെ ഫോർ യു. സോ ഫാർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ക്വസ്റ്റിനിലേക്ക് പോകും. എനി ഡൗട്ട് അറ്റ് ഓൾ?
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. Any question at all? ഞാൻ rush ചെയ്തു പോവാണ്. I'm really sorry, but again, I'll give you all the solutions of all the questions that are there in the slide. So you basically can go through all the answers, but I'll give you some tips in between, which are like എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻസിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്, പ്ലസ് വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് യു നീഡ് ടു സ്റ്റഡി ബിഫോർ അറ്റംപ്റ്റിംഗ് എനി ക്വസ്റ്റ്യൻ. ഓക്കെ, അതാണ് ഞാൻ ഇവിടെ പറഞ്ഞേക്കുന്നത്. All right. Okay, going to the next one. Okay. Either question, usually it's very easy. You people will handle it, I'm quite sure. But ഒരു എന്താ പറയാ, ഒരു ടിപ്പ് ഇത് പറഞ്ഞു തരുന്ന, ഒരു കെയർഫുൾ ആയിരിക്കാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞു തരുവാണ്. ദാറ്റ് market price of an article is 15,000. It is being sold at two successive discounts of 30% each. What will be the net selling price? ഇതാണ് ചോദ്യം. ഓക്കെ, സോ ഇവിടെ 15,000 rupees ആണ്. അതിന് ആദ്യം ഒരു 30% ഡിസ്കൗണ്ട് തന്നു, പിന്നെ ഒരു 30% ഡിസ്കൗണ്ട് തന്നു. ഓക്കെ, സോ എത്ര രൂപയ്ക്ക് അത് വിറ്റാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ടോട്ടൽ ഡിസ്കൗണ്ട് എത്രയാന്ന് ചോദിച്ചാൽ എന്ത് പറയണം? 30% ആദ്യം, രണ്ടാമത്തെ പേഴ്സൺ 30, മൊത്തം 60 എന്നാണോ അതിന്റെ അർത്ഥം? എന്നാ അങ്ങനെയല്ല. ഓക്കെ, അതാണ് അതിനകത്ത് കെയർഫുൾ ആയിരിക്കേണ്ട ഒരേ ഒരു കാര്യം. ദാറ്റ് ഇതിനകത്ത് നോക്കുക, 30%, ആദ്യം ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 30% ഓഫ് 15,000, അതായത് 4,500 രൂപ ഡിസ്കൗണ്ട് ചെയ്തു. ബാക്കി എത്ര രൂപയായി? 10,500. ഓക്കെ, അടുത്ത ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 15,000-ലല്ല, ഈ 10,500ന്റെ 30% ആണ് കുറയ്ക്കാൻ പോകുന്നത്. ഓക്കെ, വിച്ച് ഇസ് 3,150. എന്നിട്ട് 10,500-നകത്തുനിന്ന് 3,150 കുറച്ചിട്ടാണ് ഫൈനൽ സെല്ലിംഗ് പ്രൈസിലേക്ക് എത്തുന്നത്. ഓക്കെ, ടു സക്സസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30+30 അല്ല, ആദ്യം ഒരു 30% കുറച്ചു, പിന്നെ ആ വന്നതിന്റെ റിസൾട്ടന്റ് ആയിട്ട് വന്നതിന്റെ പിന്നെ ഒരു 30% കൂടെയാണ് കുറയ്ക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ആ രീതിയിൽ വേണം അതിനെ അപ്രോച്ച് ചെയ്യാൻ. ബി കെയർഫുൾ. ഓക്കെ, ഗോയിങ് ടു ദ നെക്സ്റ്റ് വൺ. ദിസ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഇങ്ങനെയുള്ള പൈപ്പ് തുറക്കുക, പൈപ്പ് തുറന്നാൽ ടാങ്ക് ഫില്ലാകാൻ എത്ര നേരം എടുക്കും, വേറൊരു പൈപ്പ് തുറന്നാൽ അത് വെള്ളം എം ടി ആവാൻ എത്ര സമയം എടുക്കും, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്ന സമയത്ത് അതിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതി ഇസ് എൻറ്റയർലി സെയിം. ഓക്കെ, ഓർക്കുന്ന രണ്ട് കാര്യങ്ങൾ, എപ്പോഴും അതിന്റെ ഇൻവേർട്ടർ ആയിട്ടുള്ള രീതിയിൽ എഴുതാവുള്ളൂ. ഓക്കെ, ഇപ്പം അതിനകത്ത് പറയാണ്, എന്നാ ഒരു പൈപ്പ്, 2 പൈപ്പ് ഉണ്ട്, എ ആൻഡ് ബി. അതിനകത്ത് എ ഒരെണ്ണം ഫില്ല് ചെയ്യാനായിട്ട് 10 മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പം ഒരിക്കലും എ ഇസ് ഈക്വൽ ടു 10 എന്ന് ഒരിക്കലും എഴുതരുത് അതിനെ. ഓക്കെ, എ എന്ന് പറഞ്ഞ പൈപ്പ് ഒരു കാര്യം ഫില്ല് ചെയ്യാൻ വേണ്ടി 10 മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ഒരിക്കലും എ ഇസ് ഈക്വൽ ടു 10 എന്ന് എഴുതരുത്. അതിന് പകരം 1/A ഇസ് ഈക്വൽ ടു 1/10 എന്ന് എഴുതാൻ ശീലിച്ചാൽ നമ്മുടെ ഈ പറയുന്ന ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഇതിനകത്ത് രണ്ടാമത്തെ ഒരൊറ്റ പോയിന്റ് കൂടെ ഉള്ളൂ, ദാറ്റ് ഇസ് ഫില്ല് ചെയ്യുമ്പോൾ അത് പോസിറ്റീവും എം ടി ചെയ്യുമ്പോഴത്തേന് അത് നെഗറ്റീവും. ഇത്രയും മാത്രം ഓർത്താൽ മതി, ഈ ക്വസ്റ്റ്യൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും. രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഫില്ല് ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഇസ് പോസിറ്റീവ്, എം ടി ചെയ്യുവാണെങ്കിൽ നെഗറ്റീവ്, അതൊന്ന്. രണ്ട്, ഇഫ് ഇറ്റ് ഇസ് സെഡ് ദാറ്റ് ഒരു പൈപ്പ് എ ക്യാൻ ഫിൽ എ ടാങ്ക് ഇൻ 30 മിനിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എ ഇസ് ഇക്വൽ ടു 30 എന്നല്ല എഴുതേണ്ടത്, അപ്പൊ തന്നെ നമ്മൾ എഴുതേണ്ടത് 1/A ഇസ് ഇക്വൽ ടു 1/30 എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറയാം. ബട്ട് അഗെയിൻ ലെറ്റ്സ് സോൾവ് ദ പ്രോബ്ലം ടുഗദർ ആൻഡ് യു വിൽ ഗെറ്റ് ദ ഹാങ് ഓഫ് ഇറ്റ്. ഓക്കെ, സോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ വെൻ 2 പൈപ്സ് എ ആൻഡ് ബി ആർ ഓപ്പൺ ടുഗദർ. Okay, here the question is, when A and B are open together, it takes 7.5 minutes to fill a tank. Okay, so ഇവിടെ എയും ബിയും സെപ്പറേറ്റ് ആയിട്ടല്ല വന്നേക്കുന്നത്, ഒന്നിച്ചാണ് വന്നേക്കുന്നത് അല്ലെ. സോ A plus B is equal to 7.5 എന്നല്ല എഴുതേണ്ടത്, പകരം 1/A plus 1/B is equal to 1/7.5 എന്നാണ് എഴുതേണ്ടത്. എ കണ്ടോ, ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ, എ ആൻഡ് ബി ഇസ് ഇക്വൽ ടു 7.5 എന്ന് പറയുമ്പോൾ അതിന് എപ്പോഴും എഴുതേണ്ടത് 1/A plus 1/B ഇസ് ഇക്വൽ ടു 1/7.5. പൈപ്പിന്റെ കേസ് വരുമ്പോൾ എല്ലാം ഇങ്ങനെ വേണം അതിനെ ഹാൻഡിൽ ചെയ്യാൻ. പൈപ്പിന്റെ കേസ് മാത്രമല്ല, എ ഒരു 5 ദിവസം കൊണ്ട് വർക്ക് ചെയ്യും, ബി 6 ദിവസം കൊണ്ട് വർക്ക് ചെയ്യും. അപ്പം അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരുമ്പോഴും ഈ ഒരു രീതിയിൽ ഹാൻഡിൽ ചെയ്യാം. ബട്ട് മെയിൻലി ഈ പൈപ്പിന്റെ കേസിൽ ഇങ്ങനെ വേണം എടുക്കാനായിട്ട്, ഏത് ക്വസ്റ്റ്യൻ വന്നാലും. ഓക്കെ, സോ ഹിയർ എ ആൻഡ് ബി ടുഗദർ, they'll do it in 7.5 minutes, and pipes can fill the tank in 7.5 minutes, which is 1/A plus 1/B is 1/7.5. ഇനി രണ്ടാമത്തെ കാര്യം പറഞ്ഞേക്കാണ്, സി എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഇസ് emptying the
ടാങ്ക്. ഓക്കെ, എംറ്റിങ് ഒരു പൈപ്പ് ഉണ്ട്, ടാങ്കിനെ എംറ്റി ആക്കുക. സോ എയും തുറന്നു ബിയും തുറന്നു, അപ്പൊ രണ്ടും ടാങ്ക് ഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറ്റ് ദ സെയിം ടൈം സി ഓപ്പൺ ചെയ്തു. സി ഓപ്പൺ ചെയ്യുമ്പോൾ സി പൈപ്പിനെ എംറ്റി ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, മൂന്ന് ഒന്നിച്ച് തുറന്നു കഴിഞ്ഞാൽ ഈ ടാങ്ക് ഫില്ലാകാൻ 15 മിനിറ്റ് എടുക്കും എന്ന് പറഞ്ഞു. ഓക്കെ, സോ എംറ്റിങ് പൈപ്പ് കൂടെ വന്നല്ലോ, അപ്പം എ വന്നു, എ പ്ലസ് ബി വന്നു, പിന്നെ മൈനസ് സിയും കൂടെ വന്നു അല്ലെ. അത് മൊത്തത്തിലാവാൻ വേണ്ടി 15 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് 1/a പ്ലസ് 1/b മൈനസ് 1/c ഇസ് ഇക്വൽ ടു 1/15 എഴുതി. ഓക്കെ, ഓക്കെ അല്ലേ? ഇനി അതിനകത്ത് എന്താ ഉള്ളത്? നമുക്ക് 1/a പ്ലസ് 1/b ഇസ് ഇക്വൽ ടു 1/7.5 നമുക്ക് ഓൾറെഡി ഉണ്ടല്ലോ അല്ലെ. സോ ഈ ഇക്വേഷനകത്ത് 1/a പ്ലസ് 1/b മൈനസ് 1/c എന്നുള്ളതിനകത്ത് 1/a പ്ലസ് 1/b എന്നുള്ളതിന് പകരം നമ്മൾ 1/7.5 എന്ന് എഴുതിയാൽ നമുക്ക് സിയുടെ വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, സിയുടെ വാല്യൂ കിട്ടും, വിച്ച് മീൻസ് ആ സി എന്നുള്ള പൈപ്പ് എം ഡി ചെയ്യാൻ എത്ര സമയം എടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് ദാറ്റ് എക്സാക്ട്ലി ഇസ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് സി കിട്ടിയാൽ അതിൽ നിന്ന് വേറെ പല കാര്യങ്ങളും നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അതുകൊണ്ട് ഓർക്കേണ്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന്, എന്ത് തന്നാലും പൈപ്പ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും എ ഇസിക്വൽ ടു 10 മിനിറ്റ്സ് എന്ന് എഴുതരുത്, പകരം 1/a ഇസിക്വൽ ടു 10 മിനിറ്റ്സ് എഴുതുക. അല്ലെങ്കിൽ എയും ബിയും കൂടെ ചേർന്ന് 10 മിനിറ്റ് കൊണ്ട് ഫില്ല് ചെയ്യുമെന്ന് പറയുവാണെങ്കിൽ നമ്മൾ ഒരിക്കലും എ പ്ലസ് ബി ഇസിക്വൽ ടു 10 മിനിറ്റ്സ് എന്ന് ഒരിക്കലും എഴുതരുത്, പകരം 1/a പ്ലസ് 1/b ഇസിക്വൽ ടു 1/10 എന്നുള്ള രീതിയിലേ എഴുതാവുള്ളൂ. ഓക്കെ, അത്രയും ചെയ്തു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് എല്ലാ ഉത്തരങ്ങളും ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ദർ ആർ മോർ ക്വസ്റ്റ്യൻസ് കമ്മിങ് അപ്പ് വിച്ച് യു ക്യാൻ ട്രൈ യുവർ സെൽഫ്, ആൻഡ് ഇഫ് ദർ ഇസ് എനി ഡൗട്ട് യു ക്യാൻ ഓൾവേസ് ആസ്ക് മീ. ഓക്കെ, സോ ടൈം സീരീസ് ക്വസ്റ്റ്യൻ അഗെയിൻ, വിച്ച് സീരീസ് ക്വസ്റ്റ്യൻ അഗെയിൻ, അത് നിങ്ങൾ തന്നെ ചെയ്താൽ മതി. ഓൾ റൈറ്റ്, ഇറ്റ് ഈസ് അഗെയിൻ പെരിമീറ്റർ ക്വസ്റ്റ്യൻ. ഐ എം നോട്ട് ഗോയിങ് ഇൻ ടു ഇറ്റ്. ഓക്കെ, ദിസ് ഇസ് അനദർ ക്വസ്റ്റ്യൻ വിച്ച് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഇത് മൊത്തത്തിൽ ഞാൻ ഇത് പറഞ്ഞു, ഇത് എങ്ങനെയാ ചെയ്യുന്നത് എന്നുള്ളത് മൊത്തത്തിൽ പറഞ്ഞു തരുവാണെങ്കിൽ ഇറ്റ് വിൽ ബിക്കം വെരി കോംപ്ലിക്കേറ്റഡ് ആൻഡ് ഇറ്റ് വിൽ ടേക്ക് സോ മച്ച് ഓഫ് ടൈം. ബട്ട് ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് ഞാൻ ഇവിടെ ഇപ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, സോ ബേസിക്കലി ഇതൊരു ക്വസ്റ്റ്യനകത്ത് പറഞ്ഞേക്കുന്നത് PQRSTUVW 8 പേര് ഒരു റൗണ്ട് സർക്കിളിൽ ഇരിക്കുകയാണ്. ആൻഡ് ഓൾ ആർ ഫേസിങ് ദ സെന്റർ. എല്ലാവരും നടുക്കോട്ട് നോക്കിയിരിക്കുന്നത്. പിന്നെ കുറെ ഡേറ്റാസ് വന്നിട്ടുണ്ട്, ആരെവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളതിനെ ബന്ധപ്പെടുത്തിയുള്ള ഡേറ്റാസ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം എത്ര പേരുണ്ട് അവിടെ മൊത്തം? 8 പേരല്ലേ ഉള്ളത്. 8 പേരുള്ളപ്പം ഒരു സർക്കിളിന് 8 പോയിന്റ്സ് ആയിട്ട് ഞാൻ അതിനെ ഡിവൈഡ് ചെയ്തേക്കാം. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എന്നുള്ള പോലെ ഞാൻ ഡിവൈഡ് ചെയ്തു. പിന്നെ നോർത്ത് ഈസ്റ്റ്, നോർത്ത് വെസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, അങ്ങനെ ഞാൻ ഇതിനെ മാർക്ക് ചെയ്തേക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ ആദ്യം മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഓരോ ക്ലൂവിൽ നിന്ന് മനസ്സിലാകുന്നത് എടുത്ത് എഴുതുക. ഓക്കെ, ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ദാറ്റ് ഓൾ ആർ ഫേസിങ് സെന്റർ. ഓക്കെ, സോ ഇതിനകത്ത് ആദ്യത്തെ ക്ലൂ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് നോക്കിയേ, പി സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ടി എന്ന് പറയുന്നത്, ടി എന്ന് പറയുന്ന ആളുടെ രണ്ടാമത്തെ റൈറ്റിലാണ് പി ഇരിക്കുന്നത്. ഓക്കെ, സോ ഇതിനകത്തുനിന്ന് ആദ്യത്തെ ക്ലൂ എന്താണ്? നമ്മൾ എല്ലാവരും ഫേസിങ് ദ സെന്റർ ആണ് അല്ലെ, ഫേസിങ് ദ സെന്റർ ആണ്, അതായത് ദേ ആർ ഫേസിങ് ടുവേർഡ്സ് ദ സെന്റർ. സോ അയാളുടെ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് വരും? റൈറ്റ് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ് വരും അല്ലെ. ക്ലോക്കിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് വരും. അതിന് പറഞ്ഞേക്കാണ് പി ഇസ് സെക്കൻഡ് ടു ദ റൈറ്റ്, അതായത് ടിയുടെ തൊട്ട് റൈറ്റ് ഈ പോയിന്റ് ആണ് വരേണ്ടത്. ബട്ട് അഗെയിൻ അങ്ങനെയല്ല, സെക്കൻഡ് റൈറ്റിലാണ്. ഓക്കെ, ഞാൻ അതവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, അതേപോലെ നമുക്ക് പല പല കാര്യങ്ങൾ മനസ്സിലാവും, പല ക്ലൂസ് അതിൽ നിന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്ലൂ കൂടെ ഞാൻ പറയാം. നെക്സ്റ്റ് ഇസ് ഗിവൺ ലൈക്ക് ടി എന്ന് പറയുന്നത്, പി ഇസ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ടി. ടി ഇസ് ദ നെയ്ബർ ഓഫ് ആർ ആൻഡ് വി. ടി എന്ന് പറയുന്ന ആറിന്റെ വീടെ നെയ്ബർ ആണെന്ന് പറഞ്ഞേക്കാം. ഓക്കെ, ടി എന്ന് പറയുന്ന ആറിന്റെ വീടെ നെയ്ബർ ആണെന്ന് പറയാം. അപ്പം അതിന്റെ അർത്ഥം എന്താണ്? ടിയുടെ ഇപ്പുറത്തും അപ്പുറത്തും ആറും വി ഇരിക്കുന്നത് നമുക്കറിയാം. പക്ഷെ നമുക്കറിയത്തില്ല ആർ ഏത് സൈഡിലാ വി ഏത് സൈഡിലാന്ന് നമുക്ക് അറിയത്തില്ലല്ലോ അല്ലെ. സോ ഞാൻ ഇവിടെ എഴുതിയേക്കുന്നുണ്ടോ, ആർ അല്ലെങ്കിൽ വി ഇവിടെ വരാം, ഇവിടെ ആർ അല്ലെങ്കിൽ വി വരാം. പക്ഷെ ആരൊക്കെ എവിടെയാന്നുള്ളത് നമുക്കറിയില്ല. ഓക്കെ, സോ ഞാൻ ഇവിടെ ബേസിക്കലി ആർ ഓർ വി എന്നുള്ള രീതിയിൽ എഴുതി. ഓക്കെ, സോ ഓരോ ക്ലൂസ് കിട്ടുമ്പോഴും വിൽ ഗെറ്റ് മോർ ക്ലാരിറ്റി. ഓരോ ക്ലൂവിൽ നിന്നും നമുക്ക് കൂടുതൽ കൂടുതൽ ക്ലാരിറ്റി കിട്ടിക്കൊണ്ടേയിരിക്കും. ആൻഡ് ദാറ്റ് വിൽ ഫൈനലി ആഡ്സ് അപ്പ് ടു അവർ ആൻസർ. അത് ഗ്രാജുവലി നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസറിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും.
ഓക്കെ, ഞാനത് ഫുൾ സോൾവ് ചെയ്യുമ്പോഴത്തേനും പറഞ്ഞു വരുമ്പോൾ ഒരുപാട് സമയം എടുക്കും. സോ ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ഇൻ ടു ദാറ്റ്, ബട്ട് ഐ ഹാവ് ഓൾറെഡി ഗിവൻ യു ദ ഐഡിയ ദാറ്റ് സർക്കിൾ എന്ന് പറയുമ്പോൾ അതിനെ കൃത്യമായിട്ട് വരയ്ക്കുക എന്നുള്ളതും, രണ്ടാമത്തേത് ഏത് ഡയറക്ഷനിലോട്ടാണ് നോക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ്. ചിലപ്പോൾ പറയും എല്ലാവരും സെന്ററിലോട്ടാണ് ഫേസ് ചെയ്യുന്നതെന്ന് പറയും, അല്ലെങ്കിൽ ചിലപ്പോൾ പറയും ഒരാൾ സെന്ററിലോട്ടാണെങ്കിൽ മറ്റേ ആൾ പുറത്തോട്ടാണ് നോക്കിയിരിക്കുന്നതെന്ന് പറയും, അല്ലെങ്കിൽ ഒരാൾ എല്ലാവരും പുറത്തോട്ടാണ് നോക്കിയിരിക്കുന്നതെന്ന് പറയും. എല്ലാവരും പുറത്തോട്ട് നോക്കിയിരിക്കുകയാണ് എന്താണ് അവരുടെ ലെഫ്റ്റും റൈറ്റും അകമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലെഫ്റ്റും റൈറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവും അല്ലെ. സോ ആ രീതിയിൽ ക്വസ്റ്റ്യൻ ആയിട്ട് ക്ലിയർ ആയിട്ട് വായിച്ചിട്ട് വേണം നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ആൻഡ് വിൽ ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി സിമ്പിൾ, ബട്ട് ഇതിനകത്ത് ഒരൊറ്റ ഐഡിയ ആണുള്ളത്. ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹാൻഡിൽ ചെയ്യാൻ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു കാര്യം കോമ്പിനേഷൻ. ഓക്കെ, കോമ്പിനേഷൻ എന്ന് പറഞ്ഞ ഒരു സാധനത്തെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നല്ലേ. അതെന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സെലക്ഷന് വേണ്ടിയിട്ട്. ഒരു 10 ബോൾസ് ഉണ്ട്, അതിനകത്ത് 3 ബോൾസ് എടുക്കണം, ഏത് രീതിയിൽ നമുക്ക് അതിനെ സെലക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യമെങ്കിൽ നമ്മൾ പറഞ്ഞു 10C3 എന്ന് പറഞ്ഞു അല്ലെ. പക്ഷേ അതിന് പകരം ഞാനൊരു കാര്യം ചോദിക്കുകയാണ്, നിങ്ങൾ 3 പേരുണ്ട്. ഓക്കെ, നിങ്ങൾ 3 പേരുണ്ട്, ABC എന്ന് പറഞ്ഞ 3 പേരുണ്ട്, 3 കസാരയുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എത്ര വിധത്തിൽ ആ കസാരയിൽ ഇരുത്താൻ പറ്റും എന്ന് ചോദിച്ചാൽ എങ്ങനെ ചെയ്യും? എങ്ങനെ ചെയ്യാൻ പറ്റും? അത് ഞാനിവിടെ കാണിച്ചു തരാം. നോക്ക്, ABE 3 പേരുണ്ട്, ABE എന്ന് പറഞ്ഞ 3 പേരുണ്ട്, 3 കസാരയുണ്ട്. എനിക്ക് വേണമെങ്കിൽ എനെ ആദ്യം എഴുത്താം, ബിനെ രണ്ടാമതും, ഇനെ മൂന്നാമതും എഴുത്താം, അല്ലെങ്കിൽ എനെ ആദ്യം എടുത്തിട്ട് രണ്ടാമത് ഇനെയും മൂന്നാമത് ബിനെ എഴുത്താം. അങ്ങനെ പല വിധത്തിൽ എഴുതാൻ പറ്റും. നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിനെ മൊത്തം 6 വിധത്തിൽ എഴുതാൻ പറ്റും. ഓക്കെ, 6 വിധത്തിൽ എഴുതാൻ പറ്റും. അതെങ്ങനെയാണ് 6 വിധം ആയത്? എങ്ങനെയാണ് അതിനെ എങ്ങനെയാണ് എളുപ്പത്തിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? അതിന് സിംപ്ലി ഒരൊറ്റ വിദ്യയുള്ളൂ, എത്ര ആൾക്കാരുണ്ട് അത്രയും ഫാക്ടോറിയൽ ആണ് അതിന്റെ ഉത്തരം. സപ്പോസ് 5 പേരുണ്ട്, 5 കസാര ഉണ്ട് എങ്കിൽ നമുക്ക് അതിനെ എത്രയായിട്ട് എഴുതാം? 5 ഫാക്ടോറിയൽ എന്നുള്ളതാണ് നമ്മുടെ ഉത്തരം. എത്ര രീതിയിൽ അവർ അറേഞ്ച് ചെയ്യാൻ പറ്റും, അതാണ് അവൻ്റെ അകത്ത് കീ വേർഡ് ഇസ് അറേഞ്ച്മെന്റ്. ഇഫ് യു ആർ ഡീലിംഗ് വിത്ത് അറേഞ്ച്മെന്റ് നമ്മൾ അവിടെ ഫാക്ടോറിയൽ ഇട്ടാൽ മതി. ഓക്കെ, സോ ഫാക്ടോറിയൽ ആണ് ഇവിടെ കീ ആയിട്ടുള്ള റോൾ പ്ലേ ചെയ്യുന്നത്. സോ ഇഫ് യു ഹാവ് ടു അറേഞ്ച് 3 people in 3 chairs, how many ways you can arrange it? 3 factorial. Alright, ഇനിയും ഇതേ കാര്യം തന്നെ സപ്പോസ് n ആൾക്കാരുണ്ട്, n ചെയർസ് ഉണ്ട്, നമ്മൾ അറേഞ്ച് ചെയ്യുവാൻ എത്ര ഫാക്ടോറിയൽ ആയിരിക്കും? n എന്ന് പറഞ്ഞ നമ്പർ, n നമ്പർ ഓഫ് ആൾക്കാരുണ്ട്, n ചെയർസ് ഉണ്ട്. സോ ഹൗ മെനി വേസ് വി ക്യാൻ അറേഞ്ച് ദം? n ഫാക്ടോറിയൽ, സിമ്പിൾ ആൻസർ. പക്ഷേ ദ ക്വസ്റ്റ്യൻ ഇസ് ഇഫ് ദേ ആർ സിറ്റിംഗ് ഇൻ എ സർക്കിൾ, ഒരു വട്ടത്തിലാണ് അവർ ഇരിക്കുന്നതെങ്കിലോ അവരുടെ എത്രയാണ്? ഇസ് ഇറ്റ് ദ സെയിം ആസ് n ഫാക്ടോറിയൽ? അത് എപ്പോഴും ഓർത്തിരിക്കുക, വെരി സിഗ്നിഫിക്കന്റ് ആണ് ഈ ഉത്തരം. ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് n ഫാക്ടോറിയൽ, റാദർ ഇറ്റ് ഇസ് n-1 ഫാക്ടോറിയൽ. ഓക്കെ, അതാണ് അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് n ഫാക്ടോറിയൽ എനിമോർ, ഇറ്റ് ഇസ് n-1 ഫാക്ടോറിയൽ. എഴുതി കിട്ടോ നിങ്ങൾ? ദാറ്റ് ഇറ്റ് ക്യാൻ ബി ആസ്ക്ഡ്. ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ആണ് ഇരിക്കുന്നത് എങ്കിൽ ഇറ്റ് ഇസ് n ആൾക്കാരാണെങ്കിൽ n ഫാക്ടോറിയൽ, ആൻഡ് if it is a circle, then it is n-1 factorial. There are more complications
അപ്പം 4 വർഷം മുമ്പ് ബിജുവിന്റെയും ബിനോജിന്റെയും വയസ്സ് എത്രയായിരുന്നു? 3:2 എന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെ എഴുതണമെന്നാണ് പറഞ്ഞേക്കുന്നത്? 3x ഉം 2x ആയിട്ട് എഴുതാം. ഓക്കെ. ഇനി അടുത്ത പറഞ്ഞേക്കുന്നതാണ് 4 years ഫ്രം നൗ ദ റേഷ്യോ വിൽ ബി 4:3. ഓക്കെ. അപ്പം നമ്മൾ എഴുതേണ്ടത് 3x+4 എന്നാണോ? അല്ല. അതിനകത്തൊരു ട്രിക്ക് ഉണ്ട്. കാര്യം നമ്മൾ ഇപ്പൊ എടുത്തേക്കുന്ന വയസ്സെന്ന് പറയുന്നത് 4 വർഷം മുമ്പുള്ളതാ. അതായത് ഇപ്പൊ നമ്മുടെ ഇയർ 2022 ആണ്. 4 years മുമ്പ് എന്ന് പറയുമ്പോൾ 2018 നമ്മൾ എടുത്തേക്കുന്നത് അല്ലെ? ഇനി അടുത്ത് പറഞ്ഞേക്കുന്നത് എന്താണ്? 4 years ഫ്രം നൗ വിച്ച് ഇസ് 2026 കാര്യമാണ് നമ്മൾ അടുത്ത് പറഞ്ഞേക്കുന്നത് അല്ലെ? സോ വിച്ച് മീൻസ് നമ്മൾ ഈ എടുത്തേക്കുന്ന എക്സ് 3x 2x എന്ന് പറയുന്ന ഏജ് 2018 സോ 2000 ഞാൻ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 4 years ഫ്രം നൗ 4 years എഗോ എന്നുള്ള കാര്യങ്ങളായിരിക്കും ട്രിക്ക് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നത്. ദ ക്വസ്റ്റൻ ഇസ് വെരി സിമ്പിൾ ബട്ട് യു ഹാവ് ടു സീ ദ ഡീറ്റെയിൽസ് ആസ് ഇൻ ഇതിനകത്ത് 4 years എഗോ ഇത്ര വയസ്സായിരുന്നു, സോ 4 years ഫ്രം നൗ എത്രയാണ് എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത് അല്ലെ? സോ അവിടെ ആ രീതിയിൽ നമ്മൾ അതിനെ എക്സ് വാല്യൂ കൊടുക്കുകയും അതിനെ ക്ലിയർ ആയിട്ട് കെയർഫുൾ ആയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ബി കെയർഫുൾ ആൻഡ് യു ക്യാൻ ഗെറ്റ് ഇറ്റ് ഡൺ. Now, next question is something very important. ബൈ നേരത്തെ പറഞ്ഞൊരു കാര്യം ഇവിടെ ആപ്ലിക്കബിൾ ആയിട്ട് വരും. ഓക്കെ, അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിച്ചേക്കുന്ന ചോദ്യം കണ്ടോ? x² by root of 289 plus 13 into root of 256 is equal to 225. ഓക്കെ, ഇതിനകത്ത് റൂട്ട് ഓഫ് 289 റൂട്ട് ഓഫ് 256 ഇതെന്ന് പറയുമ്പോൾ നമുക്ക് എന്താ മനസ്സിൽ ഒരു ചെറിയ പേടി വന്നില്ലേ? ബട്ട് സപ്പോസ് ഇഫ് വി നോ ദാറ്റ് 289 എന്ന് പറയുന്നത് 17 സ്ക്വയർ ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാമെങ്കിലോ? Which means root of 289 is simply what? 17. And root of 256 is what? Simply 16. Okay. So, അത് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ക്വസ്റ്റിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദാറ്റ് ഇസ് വൈ ഐ സെഡ് നമ്മൾ സ്ക്വയർ ഓഫ് നമ്പേഴ്സ് ഫ്രം 1 to 30 എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇങ്ങനെ ഒരു പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് യു നീഡ് ടു നോ ദ സ്ക്വയർ ഓഫ് ഓൾ നമ്പേഴ്സ് ഫ്രം 1 to 30, that is 30. Okay, and cube of all numbers from 1 to 11 or 12. And fourth power of all the numbers from 1 to 5, and that will help. Okay, so അതുണ്ടെങ്കിൽ നമുക്ക് ഈ questions very easily handle ചെയ്യാനായിട്ട് പറ്റും. Okay, well, ഈ question എന്താ 5/60 plus 25/30 minus 15/40 minus 5/20 കുറെ ഫ്രാക്ഷൻസ് വന്നേക്കാം. ഇതിനെ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം? ഒറ്റ വിദ്യയേ ഉള്ളൂ. എന്താ? ഇതിന്റെ ഡിനോമിനേറ്ററിന്റെ എൽസിയം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇവിടെ നോക്കുക, ക്വസ്റ്റ്യൻ ഇസ് ഈസി. വൈ? കാര്യം ഇതിനകത്തുള്ള നമ്പേഴ്സ് 16, 13, 14, 20 ആണ്. ഇതിന്റെ എൽസിയം എത്രയാണ്? നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാം. 2, 4, 3 and 6 ഇതിന്റെ എൽസിയം 12 ആണ്. സോ നാച്ചുറലി അതിന്റെ ഈ 20, 30, 40 and 60യുടെ എൽസിയം എന്ന് പറയുന്നത് 120 ആണ്. ഇത് എങ്ങനെയാണ് നമുക്ക് കിട്ടുക? ഇത് കിട്ടുന്നതിന് നമുക്ക് നാച്ചുറലി നമുക്ക് അല്ലാതെ നമുക്ക് കിട്ടാം. ബട്ട് ദ ഈസിയർ മെത്തേഡ് ഇസ് ബൈ പ്രാക്ടീസ്.
നമ്മൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഒരിക്കൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നാച്ചുറൽ ആയിട്ട് നമ്മുടെ മനസ്സിൽ 120 എന്ന് പറയുന്ന നമ്പർ പെട്ടെന്ന് വരും. നമുക്ക് ഡിനോമിനേറ്റർ എൽസിയം കോമൺ ആക്കി എൽസിയം എടുത്തിട്ട് നമുക്ക് ന്യൂമറേറ്ററിനെ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് ഈ പറയുന്ന ഉത്തരത്തിൽ എത്താനായിട്ട് പറ്റും. ആൻഡ് ദ തിങ് ഇസ് ആക്ച്വലി സോൾവ് ഇൻ ഹിയർ. ഞാൻ സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇത് ഈ PDF എനിഹൗ അയച്ചു തരാം. മൈ ഹാൻഡ് റൈറ്റിംഗ് ഇസ് നോട്ട് വെരി ഗുഡ്. ഐ ജസ്റ്റ് പെട്ടെന്ന് ഒരു വണ്ടി പോകുന്ന വഴിക്ക് എഴുതിയതാ. സോ ഐ എം റിയലി സോറി, ബട്ട് ഇറ്റ് ഇസ് ദർ. യു ക്യാൻ, നിങ്ങൾക്ക് മനസ്സിലാവും എനിഹൗ. ഐ ബിലീവ് ദാറ്റ്. സോ ദാറ്റ്സ് വൺ തിങ്. സോ ഓക്കെ, നൗ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. വൈ? ബിക്കോസ് ഇതിനകത്ത് ഒരു കാര്യം വളരെ സിമ്പിൾ ആണ്. നോക്കുക, എ എന്ന് പറയുന്ന പ്ലസ് ആണ്, ബി എന്ന് പറയുന്ന മൈനസ് ആണ്, സി എന്ന് പറയുന്ന മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഡി എന്ന് പറയുന്നത് പെർസെന്റേജ് ആണ്. ഓക്കെ, സോ ആ ക്വസ്റ്റ്യൻ എങ്ങനെയാ വരുന്നതെന്ന് നോക്കിയാൽ നോക്കുക, ഇങ്ങനെ വരും. 90 into 70 plus 30 minus 80 divided by 20. ഇത് നമുക്ക് ഈസി ആയിട്ട് എഴുതാം. ബട്ട് നെക്സ്റ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, വിച്ച് ഇസ് ദ ബോർഡ് മാസ് റൂൾ. ബോർഡ് മാസ് റൂൾ എന്ന് പറയുമ്പോൾ എന്താ നോക്കുക, നമ്മൾ 90 into 70 plus 30 minus 80 divided by 20. അപ്പൊ നമ്മൾ 90 into 70 ചെയ്തു, പിന്നെ അതിന് 30 ആഡ് ചെയ്തു, പിന്നെ അതിനകത്ത് 80 കുറച്ചു, പിന്നെ എന്നിട്ട് മൊത്തത്തിനെ ഡിവൈഡ് ബൈ 20 ചെയ്താൽ ശരിയാവുമോ? നമുക്ക് കിട്ടുന്ന ഉത്തരം തെറ്റായിരിക്കും. ഓക്കെ, അങ്ങനെയല്ല ചെയ്യേണ്ടത്. ദർ ഇസ് എ സ്പെസിഫിക് ഓർഡർ ഇൻ ഡൂയിങ് ഇറ്റ്. അത് പലർക്കും അറിയാവുന്നതാണ്, ബട്ട് ഐ എം ജസ്റ്റ് റിപ്പീറ്റിംഗ് ഇറ്റ്. ആൻഡ് ദ റൂൾ ഇസ് കോൾഡ് ബോർഡ് മാസ്. അതിന്റെ റൂൾ എങ്ങനെയാണ്? ആദ്യം ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ അതിനകത്ത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബ്രാക്കറ്റിനകത്ത് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് ആദ്യം നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. ഇപ്പൊ സപ്പോസ് ഇവിടെ 30ക്കും 80ക്കും ഒരു ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രാക്കറ്റിനകത്തുള്ളത് വേണം ആദ്യം ചെയ്യാൻ. രണ്ടാമത് ചെയ്യേണ്ടത് എന്താണ്? ഓപ്പറേഷൻസ്. ഓപ്പറേഷൻസ് വെച്ച് കഴിഞ്ഞാൽ 20% ഓഫ് 6, 20% ഓഫ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓഫോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഓപ്പറേഷൻസ് ഉണ്ടാവും. ആ ഓപ്പറേഷൻസ് ഉണ്ടെങ്കിൽ അതാണ് രണ്ടാമത് ചെയ്യേണ്ടത്. ഇനി മൂന്നാമത് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തിനാണ്? ഡി ഫോർ ഡിവിഷൻ. നാലാമത്തെ പ്രാധാന്യം, അപ്പം ആദ്യമേ 80/20 ആണ് ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, അല്ലാതെ 30 minus 80 പിന്നെ ഡിവൈഡ് ബൈ 20 അല്ല ചെയ്യേണ്ടത്, 80/20 ആണ് ആദ്യം ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ഡിവിഷന് പ്രാധാന്യം കൊടുക്കുക, രണ്ടാമത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, അതിനുശേഷം അഡീഷൻ, അതിനുശേഷം സബ്ട്രാക്ഷൻ. ഈ ഒരു ഓർഡറിൽ വേണം നിങ്ങൾ അത് ഹാൻഡിൽ ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ യു വിൽ കം ടു ദ റൈറ്റ് ആൻസർ. സോ ഹിയർ ദ കീ ഈസ് ബോർഡ് മാസ്, വിച്ച് ഇസ് ബ്രാക്കറ്റ്, ഓപ്പറേഷൻസ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. ഓൾറൈറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് വളരെ സിമ്പിൾ ആണ്. ഒറ്റ ചോദ്യം, ഒറ്റ കാര്യം പെട്ടെന്ന് ഓർത്താൽ മതി. ഇൻ എ റോ ഓഫ് ഗേൾസ്, Malati is 8th from start. ഓക്കെ, മാലതി ഒരു ലൈനിന്റെ ഒരു റോയുടെ ഒരു സൈഡിൽ നിന്ന് 8ാമതും മറ്റേ സൈഡിൽ നിന്ന് 12ാമതും. അപ്പം ആ ലൈനിൽ മൊത്തം എത്ര പേരുണ്ട്? 8 + 12 20 ആണോ? അല്ല. കാര്യം എന്താണ്? ഈ 8ാമത് നിൽക്കുന്ന മാലതീനെ നമ്മൾ 2 പ്രാവശ്യം കൂട്ടി. അതെന്താ? 8ആയിട്ടും 12ആയിട്ടും കൂട്ടി. ഓക്കെ, സോ ദ നമ്പർ ഓഫ് ആ റോയിൽ മൊത്തമുള്ള നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് 8 + 12 - 1, വിച്ച് ഇസ് 19 ആണ് ഉത്തരം. ഓക്കെ, ഇനി രണ്ടാമത് അനദർ റോയിൽ പ്രിയ 11th നിൽക്കുന്നു ഫ്രം ദ സ്റ്റാർട്ട് ആൻഡ് 14th ഫ്രം ദ എൻഡ്. ഓക്കെ, സോ ആ ലൈനിൽ മൊത്തം എത്ര പേരുണ്ട്? 11 + 14 25 ആണോ? അല്ല, 11 + 14 - 1, വിച്ച് ഇസ് 24. ആ ഒരു കാര്യം മാത്രം ഈ ക്വസ്റ്റിനകത്ത് ശ്രദ്ധിച്ചാൽ മതി. റെസ്റ്റ് ഓഫ് ദ തിങ്സ് യു വിൽ ഹാൻഡിൽ ക്വൈറ്റ് ഈസിലി. Okay, next one. Sorry. Okay, ഈ ക്വസ്റ്റ്യനകത്തും രണ്ട് കാര്യങ്ങളാണ് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ളത്. 1% of people, I think you can handle this question. I'll just go through some of the very important questions that you need to handle. Okay, this question is quite important. ഇതെന്ന് പറഞ്ഞേക്കുന്നത്, on the occasion of certain meeting, each member gave. Okay, നിങ്ങളിപ്പോ T20 വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ? T20 വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുക. അപ്പം അതിനെ 2 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്, ഗ്രൂപ്പ് എയും ഗ്രൂപ്പ് ബി. ഓക്കെ, ഗ്രൂപ്പ് എയിൽ എത്ര പേരുണ്ട്? ഗ്രൂപ്പ് എയിൽ 6 പേര്, ഗ്രൂപ്പ് ബിയിലും 6 പേര്. ഇനി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കും, ഓരോ ഗെയിംസ് പ്ലേ ചെയ്യും അല്ലെ? സോ 6 പേരുള്ള ഗ്രൂപ്പിൽ ABCDEF അങ്ങനെ 6 പേരുണ്ടെന്ന് കരുതും. സോ എ എത്ര കളി കളിക്കുന്നുണ്ടാവും? എ എങ്ങനെയൊക്കെ ആയിരിക്കും കളിക്കുന്നത്? എ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനകത്ത് ഒരു ടീം ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ ബാക്കിയുള്ള 5 പേരുമായിട്ടും കളിക്കുമല്ലോ അല്ലെ? സോ ഇന്ത്യക്ക് 5 ഗെയിം കളിക്കണം അല്ലെ? അതേപോലെ രണ്ടാമത് പാകിസ്ഥാനും അതേ ഗ്രൂപ്പിൽ തന്നെയുള്ള, ഈ പാകിസ്ഥാനും എത്ര കളി കളിക്കണം? 5 കളി കളിക്കണം അല്ലെ? അങ്ങനെ 6 പേരും 5 കളി കളിച്ചു കഴിയുമ്പോൾ മൊത്തം 30 കളിയാണോ വരുന്നത്? അല്ല,
എന്തുകൊണ്ടല്ല? കാര്യം ഇന്ത്യയും പാകിസ്ഥാനും കളിക്കുന്ന കളി, ഇന്ത്യയെ കൂട്ടിയപ്പം ഇന്ത്യ പാകിസ്ഥാനുമായിട്ടും സിംബാബ്വെ ആയിട്ടും സൗത്ത് ആഫ്രിക്ക ആയിട്ടും എല്ലാം ഓൾറെഡി കളിച്ച് 5 ഗെയിംസ് കളിച്ചു. ഇനിയും രണ്ടാമത് പാകിസ്ഥാൻ ഗെയിം കളിക്കുന്ന കൂട്ടുന്ന സമയത്ത് ഇന്ത്യ ആയിട്ടുള്ള ഗെയിം കൂട്ടേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാര്യം എന്താ? ഇന്ത്യ ആയിട്ടുള്ള ഗെയിം ഓൾറെഡി അക്കൗണ്ട് ചെയ്ത് കഴിഞ്ഞു. ആദ്യം എപ്പോഴാ? ഇന്ത്യനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ. ബാക്കി അപ്പം പാകിസ്ഥാനും ബാക്കിയുള്ള 4 കൺട്രീസും ഉള്ളത് നമ്മൾ ചെക്ക് ചെയ്താൽ മതി. അല്ലെ? ഇനിയും അടുത്ത സൗത്ത് ആഫ്രിക്ക വരുമ്പോൾ സൗത്ത് ആഫ്രിക്കയും ഇന്ത്യയും തമ്മിലുള്ള അക്കൗണ്ട് ചെയ്തു. സൗത്ത് ആഫ്രിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള കൺസിഡർ ചെയ്തു. ഇനി ബാക്കിയുള്ള 3 ടീമുമായിട്ടുള്ള കൺസിഡർ ചെയ്താൽ മതി. അല്ലെ? സോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഓർക്കുക, ഇത് കണ്ടോ, ഇതിനകത്ത് പറഞ്ഞേക്കുന്നുണ്ടോ, ഒരു റൂമിനകത്ത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ആ ഇഷ്ടം പോലെ ആൾക്കാരിൽ ഈച്ച് മെമ്പർ ഗേവ് ഷേക്ക് ഹാൻഡ്സ് ടു ഓൾ ദ റിമൈനിങ് മെമ്പേഴ്സ്. If the total number of shake hands is 200, how many members were present for the meeting? എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സോ ഇതിനകത്ത് കണ്ടുപിടിക്കാനായിട്ട് ഓർക്കുക, നമ്മൾ ഈ IPL ഈ T20 വേൾഡ് കപ്പിന്റെ പറഞ്ഞ അതേ കാര്യം തന്നെ നോക്കുക. ഒരു കുറച്ച് സിമ്പിൾ എക്സാമ്പിൾ ആണെങ്കിൽ 3 പേരാണെന്ന് വിചാരിക്കുക, A B C ആണെന്ന് വിചാരിക്കുക. A ആർക്കൊക്കെ ഷേക്ക് കൊടുക്കും? A ബിക്കും കൊടുക്കും, സിക്കും കൊടുക്കും. അപ്പൊ 2 ഹാൻഡ് ഷേക്ക് ആയ അല്ലെ? ഇനിയും ബി എന്ന് പറയുന്ന ആൾക്കാർക്ക് കൊടുക്കും, എക്കും കൊടുക്കും, സിക്കും കൊടുക്കും. പക്ഷെ എയും ബിയും തമ്മിലുള്ള ഹാൻഡ് ഷേക്ക് ഓൾറെഡി അക്കൗണ്ടഡ് ഫോർ അല്ലെ? സോ ബിയും സിയും തമ്മിലുള്ള ഇത് കൂട്ടിയാൽ പോരെ. ഓക്കെ, സോ അപ്പൊ ആദ്യമേ എയുടെ 2 ബിയുടെ 1 മൊത്തം 3 ഹാൻഡ് ഷേക്സ് ആയി അല്ലെ? ഇനിയും പിന്നെ മൂന്നാമത്തെ ആള് സി എടുത്തു. സി എക്ക് ഓൾറെഡി കൊടുത്തത് കാൽക്കുലേറ്റ് ചെയ്തു, ബിക്ക് കൊടുത്തത് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി സിയുടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല അല്ലേ? സോ ബേസിക്കലി ഇതിനകത്ത് വരുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം n നമ്പർ ഓഫ് ആൾക്കാരുണ്ട് എങ്കിൽ നമ്മൾ n-1 ആൾക്കാർ എത്ര ഷേക്ക് ഹാൻഡ് കൊടുത്തു എന്നുള്ളത് മാത്രം നമ്മൾ ഇവിടെ അക്കൗണ്ട് ചെയ്താൽ മതി. ഓക്കെ, സോ അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മനസ്സിലാക്കാൻ കുറച്ച് ഡിഫിക്കൽട്ട് ഉണ്ടെങ്കിലും വെൻ യു റീഡ് ദിസ് യു വിൽ അണ്ടർസ്റ്റാൻഡ്. ഞാൻ പറയുകയാണ്, ഇവിടെ n-1 ആൾക്കാരുണ്ട് എങ്കിൽ, ഞാൻ മൊത്തം പറഞ്ഞില്ല 210 ഹാൻഡ് ഷേക്സ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. പക്ഷേ അതിനകത്ത് n+1 ആൾക്കാരുണ്ട് എങ്കിൽ അതിനകത്ത് n ആൾക്കാർ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്ന മാത്രം കൺസിഡർ ചെയ്താൽ മതി. അതിനകത്ത് ഫസ്റ്റ് ആള് n ഹാൻഡ് ഷേക്സ് കൊടുക്കും, രണ്ടാമത്തെ ആള് n-1 ഹാൻഡ് ഷേക്ക് കൊടുക്കും, മൂന്നാമത്തെ ആള് n-2 ഹാൻഡ് ഷേക്ക് കൺസിഡർ ചെയ്താൽ മതി. കാര്യം ബാക്കിയുള്ളത് ഓൾറെഡി കൺസിഡേർഡ് ആണ്. ഓക്കെ, സോ ദ ബേസിക് ഫോർമുല ഈസ്, ഈ ഒരു ഫോർമുല ഓർത്ത് വെക്കുക, n×n+1/2 = 210 എന്ന് വെച്ചിട്ട് നമ്മൾ n+1 ഫോർമുല ഇട്ടാൻ ശ്രമിച്ചാൽ യു വിൽ ഗെറ്റ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇത് പൂർണ്ണമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ള സമയമില്ല. സോ ഫോർ ദ ടൈം ബീങ് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയോ. ഇങ്ങനെയുള്ള ഒരു കേസ് വരുന്ന സമയത്ത് ഹാൻഡ് ഷേക്സും എല്ലാ മെമ്പേഴ്സിനും ഹാൻഡ് ഷേക്ക് കൊടുത്തു, മൊത്തം എത്ര ഉണ്ട് എന്നുള്ള ഒരു ചോദ്യം വരുന്ന സമയത്ത് യൂസ് ദിസ് ഫോർമുല n×n+1/2, which is the sum of n numbers. Sum of the first n consecutive numbers സമ്മിന്റെ ഫോർമുലയാണ് ഇത്, n×n+1/2. അത് ഓർത്ത് വെക്കുക. എന്നിട്ട് അതിനകത്ത് n+1 വാല്യൂ എത്രയാണ് വരുന്നത്, n വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അല്ലെ? n വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അതിനകത്ത് n+1 വാല്യൂ എത്രയാണോ അത്രയും നമ്പർ ഓഫ് ആൾക്കാരായിരിക്കും അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളത് മാത്രം ഓർത്ത് വെക്കുക. Okay, for the time being, to answer all the questions. Well, I hope it's fine for you. Now, going to the next one. Okay, a quick ആയിട്ടുള്ള ഒരു കാര്യം, മീൻ മീഡിയൻ മോഡ്. മീൻ മീഡിയൻ മോഡിന്റെ ഫോർമുല എന്താണെന്നുള്ളത് അറിയോ? മീൻ മീഡിയൻ മോഡ് അതെങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളത്? മീൻ എന്ന് പറയുന്നത് എന്താണ്? സിംപ്ലി ദ ആവറേജ്. ഓക്കെ, മീൻ എന്ന് പറയുന്നത് സിംപ്ലി ആവറേജ് ആണ്. മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? And there is actually a question to handle that. I'll show you. നോക്കാം, ഇതിനകത്ത് ഞാൻ കണ്ടല്ലോ നമ്പേഴ്സ് കാണരുത്. 23, 34, 21, 30, 25 and 23 നമ്പേഴ്സ് കാണരുത് എഴുതിയേക്കുന്നത്. സോ ഇതിന്റെ മീനും മീഡിയനും മോഡും ആണ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ ഫസ്റ്റ് അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതണം. ഓക്കെ, ഈ നമ്പേഴ്സിനെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതണം. ഇവിടെ ഞാൻ അസെൻഡിങ് ഓർഡറിലാണ് എഴുതുന്നത്. ഏറ്റവും ചെറിയ നമ്പർ ആദ്യവും ഏറ്റവും വലിയ നമ്പർ അവസാനം. ഓക്കെ, എഴുതി. ഇനിയും അതിന്റെ മെയിൻ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇതിനെല്ലാം തമ്മിൽ ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് നമ്പേഴ്സ്. അത് സിമ്പിൾ ആണ്. മീഡിയൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? മീഡിയൻ ആക്ച്വലി ഏറ്റവും നടുക്കുള്ള നമ്പേഴ്സ്. ഓക്കെ, സപ്പോസ് 5 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിനകത്ത് നടുക്കത്തെ നമ്പർ ഏതാണ്? 3ാമത്തെ നമ്പർ. പക്ഷെ ഇവിടെ 6 നമ്പേഴ്സ് ആണുള്ളത്. സോ അതിന്റെ നടുക്കൊരു നമ്പർ ഒറ്റ നമ്പർ ആയിട്ടില്ല. പകരം 3ാമത്തെ 4ാമത്തെ നമ്പർ എടുത്തിട്ട് അതിന്റെ ആവറേജ് എടുത്താൽ നമുക്ക് അതിന്റെ ഉത്തരം കിട്ടും. ആൻഡ് ഫൈനലി മോഡ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ള നമ്പർ.
ഓക്കെ, ഇതിനകത്ത് നോക്കിയാൽ 21 ഒരു പ്രാവശ്യം വരുന്നുള്ളൂ, 23 രണ്ട് പ്രാവശ്യം വരുന്നുണ്ട്, 25 ഒരു പ്രാവശ്യം വരുന്നുള്ളൂ, 13, 34 ഓരോ പ്രാവശ്യം വരുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ള നമ്പർ ഏതാണ്? 23. സോ ദ മോഡ് ഇസ് 23. ഓക്കെ, സോ അതാണ് അതിനകത്തുള്ള ഒരു കാര്യം. സോ ഇത് എപ്പോഴും ഓർത്തിരിക്കാം. ഓൾ ഗുഡ്. ഇനി അതിനകത്ത് മോർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിമ്പിൾ മീൻ ആണ്, അതേപോലെ ജോമെട്രിക് മീൻ എന്നൊരു സംഭവം ഉണ്ട്. ജോമെട്രിക് മീൻ അതെന്താണെന്നറിയോ? ഇറ്റ് ഇസ് സിംപ്ലി രണ്ട് നമ്പേഴ്സ് 10 നും 20 ആണെന്ന് വിചാരിച്ചു. 10 നും 20യുടെ നോർമൽ മീൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? 10+20/2 ചെയ്യും അല്ലെ? പകരം നമ്മളോട് ജോമെട്രിക് മീൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 10 × 20, ഓക്കെ, അതിന്റെ സ്ക്വയർ റൂട്ട് ചെയ്യും. ഇപ്പൊ 3 നമ്പേഴ്സ് ഉള്ളത്, അതായത് 10, 20, 30 ആണുള്ളതെങ്കിൽ അതിന്റെ ജോമെട്രിക് മീൻ എങ്ങനെ കണ്ടുപിടിക്കും? 10 × 20 × 30, അതിന്റെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കും. ഓക്കെ, ആൻഡ് ഫൈനലി ഇത് കണ്ടോ, ഈ ഇവിടെ കൊടുത്തിരിക്കുന്ന ചോദ്യത്തിനകത്ത് ജോമെട്രിക് മീൻ ഓഫ് 1, 4, 9, 27 and 256, അതിന്റെ ജോമെട്രിക് മീൻ കണ്ടുപിടിക്കാൻ പറയുക. അപ്പൊ എങ്ങനെയാണ്? 1 × 4, 4 × 9, 9 × 27, 27 × 256, 5 നമ്പേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ ഇതിനെ എല്ലാം മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ 5th റൂട്ട് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനുള്ള ഈസി ആണോ? അവിടെയാണ് നമുക്ക് ഒരു ചെറിയ കാൽക്കുലേഷൻ ഉള്ളത്. ഐ ജസ്റ്റ് ഷോ യു ഹൗ യു ക്യാൻ ആക്ച്വലി ഫൈൻഡ് ആൻസർ ടു ദാറ്റ്. അതും കണ്ടുപിടിക്കാനായിട്ട് ഒരു ഈസി മെത്തേഡ് എന്നുള്ളതല്ല, ആക്ച്വലി ഇങ്ങനെ വേണം അതിനെ ചെയ്യാൻ, എന്നാൽ മാത്രമേ കയ്യിലേക്ക് എത്താൻ വേണ്ടി പറ്റത്തുള്ളൂ. വിച്ച് ഇസ്, നോക്കുക, ആദ്യമേ പറഞ്ഞ നമ്പർ എത്ര? 1 അതേപടി കിട്ടും. നമുക്ക് 4 എന്ന് പറയുന്നത് നമുക്കറിയാം 2 സ്ക്വയർ ആണെന്നറിയാം. അടുത്ത നമ്പർ 9 ആണ്. 9നെ നമുക്ക് എന്ത് എഴുതാം? 3 സ്ക്വയർ എന്ന് എഴുതാം. അടുത്ത നമ്പർ 27 ആണ്. അതിനെ നമുക്ക് എഴുതാം 3 ക്യൂബ് എന്ന് എഴുതാം. അടുത്ത നമ്പർ 256 ആണ്. 256 എന്ന് പറയുന്നത് നമുക്ക് 2⁸ എന്നുള്ള രീതിയിൽ എഴുതാം, അല്ലെങ്കിൽ 4⁴ എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നോക്കുക, നമ്മുടെ ആ ഒരു നോളജ് ഹാൻഡി ആയിട്ട് വരുന്നില്ലേ? 3⁻³ എത്രയാണ്? 3⁻2 എത്രയാണ്? അല്ലെങ്കിൽ 2ന്റെ മാക്സിമം പഠിക്കണം എന്ന് പറഞ്ഞില്ലേ? ഈ 2⁸ അപ്പോൾ ഹാൻഡി ആയിട്ട് വന്നു. അല്ലെങ്കിൽ 4⁴ എന്ന് പറയുന്നത് ഫോർത്ത് പവർ വരെ അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞില്ലേ? സോ അത് ഇവിടെ ഹാൻഡി ആയിട്ട് വരും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇതിനെ നോക്കുവാണെങ്കിൽ 1 × 2⁻10 × 3⁵ എന്ന് വരും. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1, അപ്പം ഇവിടെ എന്താണ്? 5th റൂട്ട് അല്ലേ എടുക്കേണ്ടേ? 1ന്റെ 5th റൂട്ട് എടുത്താൽ എത്രയാ? 1 തന്നെയാണ്. 2⁻10ന്റെ 5th റൂട്ട് എടുത്താൽ എന്താണ് അതിന്റെ അർത്ഥം? 10 × 1/5 എന്നല്ല അതിന്റെ അർത്ഥം, അതായത് 2, അതായത് 2⁻2 എന്ന് വരും. 3⁵ന്റെ 5th റൂട്ട് എടുത്താൽ എത്ര വരും? 3 എന്ന് വരും. അപ്പം ബേസിക്കലി 2² × 3, അതായത് 4 × 3, 12 എന്നുള്ള ഉത്തരത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, സോ ദാറ്റ് ഇസ് ഹൗ യു നീഡ് ടു ഹാൻഡിൽ ദീസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഓൾ ഗുഡ്. ഇതുവരെ ഉള്ളതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിക്കോ പെട്ടെന്ന്. I know സമയം ഒരുപാട് എക്സീഡ് ആകുന്നുണ്ട്. I'll take 10 minutes more. Any doubt as of now? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചോ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? All right. Okay, I'll take another 10 minutes more and I'll quickly wind off a few more questions. All right. Now, okay. ഇതൊരു പ്രോബബിലിറ്റി ക്വസ്റ്റൻ ആണ്. Okay, I'm not going to solve the question for you, but I'll give you an idea how to get to the probability. Okay, ഇതിനകത്ത് ചോദിച്ചേക്കുന്ന ചോദ്യം that an even number appears 3 times more frequently than odd number. Okay, odd നമ്പറിനേക്കാളും 3 times more frequently ആയിട്ട് ഈവൻ നമ്പർ വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന്റെ പ്രോബബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കും? ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, ഞാൻ കാണിക്കാം. ഓക്കെ, ഒരു ഡൈ ത്രോ ചെയ്യാൻ നേരത്തെ, അതായത് നമ്മൾ ഇത് സ്നേക്ക് അലാറ്റർ കളിക്കാൻ നേരത്തെ ഡൈ ത്രോ ചെയ്യാറില്ലേ? അതിനകത്ത് വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1 തൊട്ട് 6 വരെയുള്ള നമ്പേഴ്സ് വരും. അതിനകത്ത് സപ്പോസ് 1 വരാനുള്ള അല്ലെങ്കിൽ ഓഡ് നമ്പർ വരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എക്സ് ആണ് എടുക്കുക, എക്സ്. ഓക്കെ, അപ്പൊ ഓഡ് നമ്പേഴ്സ് ആയിട്ടുള്ള ബാക്കി ഏതൊക്കെയാണ്? 3 ഉണ്ട്, 5 ഉണ്ട്, അതെല്ലാം വരാനുള്ള പ്രോബബിലിറ്റി എക്സ് തന്നെയാണ്. ഇനി ക്വസ്റ്റിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈവൻ നമ്പർ 3 ടൈംസ് മോർ ഫ്രീക്വന്റ്. ഓക്കെ, സോ ഓഡ് നമ്പർ എക്സ് വരുവാണെങ്കിൽ ഈവൻ നമ്പർ എത്രയാണ് വരാൻ ചാൻസ്?
3x. 3 ടൈംസ് മോർ അല്ലേ, അപ്പൊ 3x വന്നു. ഇനി 4ഉം 3x ആയിരിക്കും, 6ഉം 3x ആയിരിക്കും. ഇത് മൊത്തം കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 12x എന്ന് കിട്ടും. ഓക്കെ, സോ പ്രോബിലിറ്റി ഓഫ് 1 is x, 2 is 3x, 3 is x, അങ്ങനെ 12x വരെ എല്ലാത്തിനെയും കൂടെ കൂട്ടിയാൽ 12x വരും. ആൻഡ് വാട്ട് ഇസ് ദ സം ഓഫ് ഓൾ ദ പ്രോബിലിറ്റീസ്? അതാണ് അടുത്ത പ്രോബിലിറ്റിയുടെ റൂള്, ദാറ്റ് ദ സം ഓഫ് ഓൾ ദ പ്രോബിലിറ്റീസ്, ഒരു പർട്ടിക്കുലർ കാര്യത്തിന്റെ സം ഓഫ് ഓൾ ദ പ്രോബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. Okay, so the probability 12x is equal to 1, which gives x is equal to 1 by 12. ഈ ഒരു പർട്ടിക്കുലർ കേസിൽ ഓഡ് നമ്പേഴ്സ് വരാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1 by 4 ആയിരിക്കും, ആൻഡ് നോട്ട് 1 by 4 ആക്ച്വലി 1 by 12 ആയിരിക്കും, ആൻഡ് ഈവൻ നമ്പർ വരാനുള്ള പ്രോബിലിറ്റി is 3 into 1 by 12, which is 1 by 4. Okay, so that is how we handle the probability. Okay, I hope it's okay for you. I'm hardly getting any response, but that's fine. I know സമയം ഒരുപാടായി പോകുന്നു. So I'll just go through some very important questions, and this is very important. Okay, ഇത് very important ആണ്. അതിന്റെ കാര്യം ഇതിനകത്ത് ചോദ്യം ഇതാണ്: mean and standard deviation of set of values are 20 and 10 respectively. If a constant value 5 is added to each value, the coefficient of variation of new set of values is. ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് ഇപ്പോഴും ഓർക്കാനുള്ളത്. മീൻ ഉണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ട്. ഓക്കെ, മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. മീൻ എന്ന് പറയുന്നത് അതിന്റെ ആവറേജ് ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് ഇത് എത്രത്തോളം ഈ പറയുന്ന നമ്പേഴ്സ് ഈ ആവറേജിൽ നിന്ന് അല്ലെങ്കിൽ മീനിൽ നിന്ന് എത്രത്തോളം ദൂരെ പോകുന്നു എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ ഇസ്, ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്ന് പറയുന്നത്, if a constant value 5 is added to each value, each എന്നാ ഒരു 5 എന്ന് പറയുന്ന നമ്പർ, ഇപ്പൊ കുറെ നമ്പേഴ്സിന്റെ മീൻ ആണല്ലോ ഈ പറഞ്ഞ 20 എന്ന് പറയുന്നത്. പക്ഷെ അതിനകത്ത് സപ്പോസ് എല്ലാത്തിനും 5 കൂടുവാണെങ്കിൽ അതിന്റെ മീൻ വാല്യൂന് എന്ത് സംഭവിക്കും? മീൻ വാല്യൂ വിൽ ഓൾസോ ഇൻക്രീസ് ബൈ 5. അതായത് 20 എന്ന് പറയുന്നത് 25 ആയിട്ട് മാറും. ഓക്കെ, നൗ എല്ലാ വാല്യൂസിലും 5 ആഡ് ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെ മാറും? ആൻഡ് ദാറ്റ് ഇസ് വെയർ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ദാറ്റ് ഇങ്ങനെ എല്ലാത്തിനും 5 വെച്ച് ആഡ് ചെയ്താൽ അതിന്റെ ഡീവിയേഷൻ ഫ്രം മീൻ ഇസ് നോട്ട് ഗോയിങ് ടു ചേഞ്ച്. ഓക്കെ, ഡീവിയേഷൻ ഫ്രം ദ മീൻ ഇസ് നെവർ ഗോയിങ് ടു ചേഞ്ച്. സോ ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വിൽ റിമെയിൻ ദ സെയിം. അത് ഓർക്കുക, ദാറ്റ് എല്ലാ വാല്യൂസിന്റെയും കൂടെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ നമ്പർ ആഡ് ചെയ്താൽ മീനിൽ നിന്നും അത്രയും തന്നെ ആഡ് ചെയ്യപ്പെടും. ബട്ട് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് നെവർ ഗോയിങ് ടു ചേഞ്ച്. ഓക്കെ, സോ അത് ഓൾസോ ഞാൻ ഇവിടെ സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. You can go through that. And coefficient of variation of formula എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ആണ്. Okay, standard deviation divided by mean. So other in the first case it is 10 divided by 20, which is 1 by 2. And the second case ഞാൻ പറഞ്ഞല്ലോ എല്ലാത്തിനും 5 ആഡ് ചെയ്യാൻ നേരത്ത് മീൻ 20 plus 5 25 ആവും. But the standard deviation would remain the same, which is 10 by 25, that is 2 by 5, and that is 40%. അതാണ് അതിന്റെ ഉത്തരം. Okay, so I hope that is clear. Just a couple of more questions from Panita, and I'm just winding it off. Most of these questions are very similar to what you have already done. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് റിമെമ്പർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ ഒരു കാര്യം, എപ്പോഴും നമ്മൾ യൂണിറ്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കണം. ഇതിനകത്ത് കൊടുത്തേക്കുന്നുണ്ടോ, ടൗൺ ഹാസ് എൻ ഏരിയ ഓഫ് 100 കിലോമീറ്റർ സ്ക്വയർ, കിലോമീറ്ററിലാണ് നിൽക്കുന്നത്. ഇനിയും it rains for 2 hours and the rate of rain is 3 millimeter per hour എന്ന് കൊടുത്തു. Okay, and 1 millimeter rain means what? 1 liter per square meter. ഇവിടെ സ്ക്വയർ മീറ്ററിലാണ് കൊടുത്തേക്കുന്നത്, ഇവിടെ പകരം കിലോമീറ്ററിലാണ് കൊടുത്തേക്കുന്നത്. സോ ഐദർ ഇവിടെ അതിനെ സ്ക്വയർ കിലോമീറ്ററിലാക്കണം, അല്ലെങ്കിൽ ഈ പറയുന്ന 100 കിലോമീറ്റർ സ്ക്വയറിനെ നമ്മൾ മീറ്റർ സ്ക്വയറിലേക്ക് ആക്കിയിട്ട് വേണം നമ്മൾ കാൽക്കുലേഷൻ ചെയ്യാൻ. ആ ഒരു കാര്യം മാത്രം ആലോചിക്കുക. യൂണിറ്റ് എപ്പോഴും സെയിം ആക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. All good. And ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് ഒരു ഇലക്ട്രിക് ബൾബ് 60 watt is used for 7 hours. Calculate the units of energy consumed by the bulb. അവിടെ യൂണിറ്റ്സ് ഓഫ് എനർജി എന്ന് പറയുമ്പോൾ 1 യൂണിറ്റ് എന്ന് പറയുന്നത് 1 കിലോവാട്ട് ആണ്, അഥവാ 1000 watt ആണ്. ഓക്കെ, അത് ഓർത്താൽ മതി. ആ ഒരൊറ്റ കാര്യം മാത്രം നോക്കുവാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കിട്ടും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് and just one more thing I need you people to know, which is this question. Okay, ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്.
ഇതെന്ന് പറയുന്നത് ബേസിക്കലി ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ഒരു സിറ്റി ഉണ്ട്. ടോട്ടൽ അഡൽട്സ് ഇൻ എ സിറ്റി ഈസ് 60,000. വേരിയസ് സെക്ഷൻസ് ഓഫ് ദം ആർ ഇൻഡിക്കേറ്റഡ് ബിലോ ഇൻ ദ സർക്കിൾ ഡയഗ്രാം. ഓക്കെ, സോ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് 1 ഈ ഐ എന്ന് പറഞ്ഞ് കാണിക്കുന്നത് നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ പബ്ലിക് സെക്ടർ, സെക്കൻഡ് എന്ന് പറയുന്നത് എംപ്ലോയീസ് ഇൻ പ്രൈവറ്റ് സെക്ടർ, എംപ്ലോയീസ് ഇൻ കോർപ്പറേറ്റ് സെക്ടർ, സെൽഫ് എംപ്ലോയിഡ് ആൻഡ് അൺഎംപ്ലോയിഡ്. ഓക്കെ, ഇതാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞാനത് ക്ലോസ് ചെയ്യുകയാണ്. ജസ്റ്റ് 2 തിങ്സ്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് നോക്കുക. പബ്ലിക് സെക്ടറിലുള്ളത് 162 ഡിഗ്രി എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ആ ഒരു സർക്കിളിലെ 162 ഡിഗ്രി റെപ്രസെന്റ് ചെയ്യുന്നത് പബ്ലിക് സെക്ടർ എംപ്ലോയീസിനെ. ഓക്കെ, അതേപോലെ പ്രൈവറ്റ് സെക്ടർ എംപ്ലോയീസ് 108 ഡിഗ്രി. ഇതിന്റെ അർത്ഥം എന്താണ്? അപ്പൊ മൊത്തമുള്ള ആൾക്കാരിൽ എത്ര പേരാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എങ്ങനെ പറയും? അതിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിനകത്തെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയാണ് നോക്കുക. നമ്പർ ഓഫ് പേഴ്സൺസ് എംപ്ലോയിഡ് ഇൻ കോർപ്പറേറ്റ് സെക്ടർ. ചോദ്യം കണ്ടോ, നമ്പർ ഓഫ് പേഴ്സൺസ് എംപ്ലോയിഡ് ഇൻ കോർപ്പറേറ്റ് സെക്ടർ. സോ ഹിയർ കോർപ്പറേറ്റ് സെക്ടർ എന്ന് പറഞ്ഞാൽ റെപ്രസെന്റ് ചെയ്യുന്നത് എത്രയാണ്? 54 ഡിഗ്രി അല്ലെ റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെ? 54 ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഇസ് അതിനെ പെർസെന്റേജ് ടേംസിലാക്കാൻ എന്ത് ചെയ്യണം? 54 ഡിവൈഡഡ് ബൈ ടോട്ടൽ ആംഗിൾ. ടോട്ടൽ ആംഗിൾ എത്രയാണ്? ഒരു സർക്കിളിന്റെ ടോട്ടൽ ആംഗിൾ എത്രയാണ്? 360 ഡിഗ്രി, അല്ലെ? സോ നമ്മൾ അതിനെ ഒരു റേഷ്യോ ടേംസിൽ കൊണ്ടുവരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 54 ഡിവൈഡ് ബൈ 360 ചെയ്താൽ നമുക്ക് അതിനൊരു ഫ്രാക്ഷനിലോ ഡെസിമലിലോ ആക്കാൻ പറ്റും. ആൻഡ് മൾട്ടിപ്ലൈ ഇറ്റ് ബൈ 100 ചെയ്യുവാണെങ്കിൽ നമുക്ക് പെർസെന്റേജ് ടേംസിൽ കിട്ടും. അല്ല, നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ആൾക്കാരുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് അവിടെയുള്ള ടോട്ടൽ എംപ്ലോയീസിനെ കിട്ടും. ഓക്കെ, 54 ഡിഗ്രി എന്ന് പറയുന്നത് ഇസ് സിംപ്ലി 54 ബൈ 360 ഇൻറ്റു 100 പെർസെന്റേജ് ആണ്. അതിനെ മൾട്ടിപ്ലൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ ഇൻ ദ സിറ്റി, അത് 60,000 തന്നിട്ടുണ്ടല്ലോ, ചെയ്യുവാണെങ്കിൽ കോർപ്പറേറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന മൊത്തം ആൾക്കാരുടെ നമ്പർ കിട്ടും. ഓക്കെ, അത് കിട്ടും. ഈ ഒരു കാര്യമാണ് അതിനകത്ത് മെയിൻ ആയിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്പർ ഓഫ് അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? ഇത് 18 ഡിഗ്രി അല്ലേ? സോ വിച്ച് ഇസ് 18 ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു 100 ചെയ്താൽ 18 ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു 100 വിച്ച് ഇസ് 5%. ഓക്കെ, ഇതാണ് തന്നേക്കുന്നത്. ഇനിയും ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം കൂടെ പറയാം. ദാറ്റ് ഇസ് എ ഫൈനൽ തിങ് ദാറ്റ് ഐ നീഡ് ടു സേ. സീ ദ ക്വസ്റ്റ്യൻ. What is the percentage of employed persons? What percentage of employed person is self-employed? Okay. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. വാട്ട് സെഷൻ ഓഫ് ടോട്ടൽ എംപ്ലോയിഡ് പീപ്പിൾ ഇസ് സെൽഫ് എംപ്ലോയിഡ്? ഇവിടെ നോക്കുക, സെൽഫ് എംപ്ലോയിഡ് എന്ന് പറയുന്നത് എത്രയാണ്? 18 ഡിഗ്രിയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെ? സോ ഇറ്റ് ഇസ് 18 ഡിവൈഡ് ബൈ 360 ഇൻറ്റു 100 വിച്ച് ഇസ് ഈക്വൽ ടു 5%. ഓക്കെ, അതാണോ അതിന്റെ ഉത്തരം? ഇത് അല്ല ഉത്തരം. എന്തുകൊണ്ടാണ് അതല്ല ഉത്തരമാകുന്നത്? അതിന്റെ റീസൺ ഇസ് ക്വസ്റ്റിനകത്ത് പറഞ്ഞേക്കുന്നത് വാട്ട് പെർസെന്റേജ് ഓഫ് എംപ്ലോയിഡ് പേഴ്സൺ. എംപ്ലോയിഡ് പേഴ്സൺസിൽ എത്ര ശതമാനമാണ് സെൽഫ് എംപ്ലോയിഡ് എന്നാണ് ചോദിച്ചേക്കുന്നത്, അല്ലെ? അപ്പൊ ഇതിനകത്ത് നോക്കുക, അൺഎംപ്ലോയിഡ് എന്ന് പറഞ്ഞ സെക്ഷൻ ഓൾറെഡി അവിടെ ഉണ്ട്, അല്ലെ? ആ അൺഎംപ്ലോയിഡിനെ അതിനകത്തുനിന്ന് മാറ്റേണ്ടതായിട്ട് വരും. ഓക്കെ, സോ ഇൻസ്റ്റെഡ് ഓഫ് ടേക്കിംഗ് 360 നമ്മൾ അതിനെ 360 മൈനസ് 18 എടുത്തു. 18% മുകളിലത്തേന് ഒരു മാറ്റവും ഇല്ല. പകരം താഴെയുള്ള 360 എന്നുള്ളതിന് നമുക്ക് കംപ്ലീറ്റ്ലി എടുക്കാൻ പറ്റില്ല. കാര്യം 360ക്കകത്ത് അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടി തന്നെ വാട്ട് പെർസെന്റേജ് ഓഫ് എംപ്ലോയിഡ് ആൾക്കാരാണ് എന്താണ് സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ളത് എന്നുള്ളത്. സോ ദ 18 will remain the same, but the denominator it will change to 360 minus the unemployed, which is 342, and then take a percentage. It will come out to 5 by 19%. Okay, so ഇതിനകത്ത് പറയാനുള്ള ഇതാണ് that we need to be very careful with the details of the question. Actually ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പൈ ചാർട്ട് തന്നിട്ടുണ്ടെങ്കിൽ it is followed by your 5 or 6 questions for sure, 100%, and it would be super easy. സൂപ്പർ ഈസി ഇൻ ദ സെൻസ് ലൈക്ക് വെറുതെ റേഷ്യോസോ അല്ലെ പെർസെന്റേജോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് മാത്രമേ ഉള്ളൂ, 100%. ബട്ട് അതിനകത്തെ ക്യാച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ചില സ്ഥലങ്ങളിൽ അവർ ക്വസ്റ്റ്യനകത്ത് വിത്ത് റെസ്പെക്ട് ടു ഇന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് വി നീഡ് ടു ബി വെരി കെയർഫുൾ അബൌട്ട്. ഓക്കെ, സോ ഐ ഡോണ്ട് വാണ്ട് ടു പുഷ് മച്ച്. ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ഓൾമോസ്റ്റ് 70+ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാം ഞാൻ സോൾവ് ചെയ്തിട്ട് PDF-ലുണ്ട്, ആൻഡ് ഐ വിൽ ഡെഫിനറ്റ്ലി ഷെയർ ഇറ്റ് വിത്ത് യു പീപ്പിൾ. And for the first, any doubt ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ you can ask me right away. Any doubt at all? സാറേ നോട്ട്സ് അയച്ചു തരുമോ PDF ആയിട്ട്? ഞാൻ അയച്ചു തന്നേക്കാം.
ഞാൻ ജബിൽ സാറിന് ഷെയർ ചെയ്യാം, ഷാർ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നോളൂ. ഇല്ല ജബിൽ സാർ ചെയ്യില്ലേ? അങ്ങനെ അയച്ചാ പോലെ. ഓക്കെ, എനിവേ ഐ വിൽ ഗെറ്റ് വിത്ത് ഹിം. ഞാൻ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തത് ഞാൻ PDF ആയിട്ടുള്ളത് നിങ്ങൾക്ക് അയച്ച് ഷെയർ ചെയ്തേക്കാം, നോ ഡൗട്ട്. ആൻഡ് ഫോർ ദ ടൈം ബീങ് ഇന്ന് പറഞ്ഞതിനകത്ത് 1.5 മണിക്കൂർ സമയമുള്ളൂ. ആൻഡ് വി വർ ഗ്രാജുവലി ലീഡിങ് ലൈക്ക് 70 ക്വസ്റ്റ്യൻസ് 60 ക്വസ്റ്റ്യൻസ് മുകളിലുണ്ടായിരുന്നു. വി ഹാൻഡിൽഡ് ഓൾമോസ്റ്റ് 40 ക്വസ്റ്റ്യൻസ് ആൻഡ് ദാറ്റ് ടു ഇൻ 1.5 hours എന്ന് പറയുന്നത് ഒരു ഭയങ്കര സ്പീഡിലാണ്. സോ ഐ നോ ദർ ആർ ലിമിറ്റേഷൻസ്, ബട്ട് ഇൻ വൺ വേ I have given you some tips wherein you need to be very careful about. ആ ടിപ്സ് ഹാൻഡിൽ ചെയ്യുക, അത് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധിക്കുക. ആൻഡ് ഐ എം 100% ഷുവർ ദാറ്റ് യു വിൽ ബി ഏബിൾ ടു ഡു ഓൾ ദീസ് ക്വസ്റ്റ്യൻസ് ക്വൈറ്റ് ഈസിലി. ഓക്കെ, ഞാൻ പറഞ്ഞത് ഈ ഇതിനകത്ത് ഇരിക്കുന്ന സ്ലൈഡിലുള്ള ക്വസ്റ്റ്യൻസ് പ്ലസ് ദ ആൻസേഴ്സ് അത് നോക്കിയിട്ട് ഫുൾ ചെയ്യുക. ഫസ്റ്റ് യു ഹാവ് ടു ഡു ഇറ്റ് യുവർ സെൽഫ് ആൻഡ് ദെൻ ചെക്ക് ദ ആൻസേഴ്സ് ഇഫ് യു കുഡന്റ് ഡു ഇറ്റ്. അപ്പം ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് പറ്റും. Okay, so I hope none of you are having any other doubts. If that's the case, shall we wind up?